Praise to Jesus. Blessed be the name of the Lord. മഹത്വം നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു സമയത്തിനായി ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. അളവില്ലാത്ത ദൈവസാന്നിധ്യം നമ്മളായിരിക്കുന്ന ഇടത്തെല്ലാം നമുക്ക് അവിടങ്ങളിലായി അനുഭവിക്കാൻ കഴിയുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ സ്പർശിക്കുന്നു, അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്നു, അവിടുന്ന് നമ്മെ ഓരോ ദിവസവും പണിയുന്നു. ഈ വചന കേൾവിയിലേക്ക്, ഈ ശുശ്രൂഷകളിലേക്ക് നിങ്ങളെ എല്ലാവരെയും സന്തോഷത്തോടും പ്രാർത്ഥനയോടും കൂടെ ഞാൻ ക്ഷണിക്കുകയാണ്. ഇന്നത്തെ ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഐ ഓപ്പണിംഗ് ആയിരിക്കും. നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിലൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാവും. ഞാൻ അങ്ങനെ വിശ്വസിച്ചാണ് ഇന്നത്തെ ഈ മെസ്സേജ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ശുശ്രൂഷകർക്കും അതുപോലെ ദൈവത്തിൽ നിൽക്കുന്ന ഏതൊരു വ്യക്തിക്കും ഇന്നത്തെ ഈ സന്ദേശം ബ്ലെസ്സഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സന്ദേശം പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണം. ശുശ്രൂഷകർക്ക് ഷെയർ ചെയ്യണം. ശുശ്രൂഷയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക്, മിനിസ്ട്രിയിലേക്ക് വരാൻ, ദൈവവേലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ആത്മീയ ജീവിതത്തിൽ ഒരു പ്രോഗ്രസ് ഇല്ലാതെ നിൽക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യണം. ആത്മീയ ജീവിതത്തിൽ വീണു പോകാൻ സാധ്യതയുള്ളവർക്ക് നിങ്ങളിത് ഷെയർ ചെയ്യണം. സ്പിരിച്വൽ ഗ്രോത്ത് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. അങ്ങനെ പരമാവധി നിങ്ങൾ ഈ സന്ദേശം ഷെയർ ചെയ്താൽ അതൊരുപാട് പേർക്ക് അത് പ്രയോജനം ചെയ്യും എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ഈ കൂട്ടായ്മ രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും ദൈവകൃപയാൽ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളിൽ പലർക്കും അറിയാം. പുതിയതായി ആരെങ്കിലും കാണുകയാണെങ്കിൽ നിങ്ങളുടെ അറിവിലേക്കായിട്ടാണ് പറയുന്നത്. ദിവസം 2 നേരം ദൈവവചനം കേൾക്കാനുള്ള അവസരവും പഠിക്കാനുള്ള അവസരവും നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ പരിശുദ്ധാത്മാവ് ഒരുക്കിയിരിക്കുന്നു. എന്താണ് ദൈവത്തിൻ്റെ കൃപ? അതിനു മുമ്പേ ഞാൻ പറഞ്ഞ് നിർത്തിയെടുത്തെന്ന് ഞാൻ തുടങ്ങട്ടെ. ദിവസവും 2 നേരം ദൈവവചനം കേൾക്കാൻ ഉള്ള അവസരം ഈ പ്ലാറ്റ്ഫോമിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. എന്താണ് അതിൻ്റെ അർത്ഥം? അതൊരാളുടെ കഴിവല്ല, അതൊരാളുടെ എബിലിറ്റി അല്ല, അതൊരാളുടെ കപ്പാസിറ്റി അല്ല, അതൊരാളുടെ തൻ്റെ ഇടമല്ല, ഒന്നുമല്ല. അത് കൃപയാണ്, ഗ്രേസാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഗ്രേസ് എന്ന് പറയുന്നത്? ഗ്രേസ് എന്ന് പറയുന്നത് കൃപയാണ്. ഗ്രേസിന് ഒത്തിരി മീനിങ്സ് ഉണ്ട് ഗ്രേസിന്. എന്നാൽ ക്രിസ്ത്യാനിറ്റിയിൽ നമ്മൾ നോക്കുന്ന സമയം ഗ്രേസ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അനർഹനായിരിക്കുകയും അവന് സമ്പാദിക്കാൻ കഴിയാതെ ഇരിക്കുകയും എന്നാൽ അത് അവനോട് ഒത്തിരി പ്രീതിയുള്ള ഒരു വ്യക്തി നൽകുകയും ശേഷം അത് അവന് സ്വന്തമായി ഉപയോഗിക്കാൻ കഴിയുന്നതുമാകുന്ന ഒരു ഗിഫ്റ്റാണ്, അല്ലെങ്കിൽ ഒരു അവസ്ഥയാണ്. ഗിഫ്റ്റല്ല, അതൊരവസ്ഥയാണ്. ആ അവസ്ഥയാണ് കൃപ എന്ന് പറയുന്നത്. എന്താണ് ഗ്രേസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഗ്രേസ് എന്ന് പറഞ്ഞാൽ, ഗ്രേസ് ഈസ് ദി അൺമെറിറ്റഡ് ഫേവർ എന്ന് നമുക്ക് പറയാം. അൺമെറിറ്റഡ് ഫേവർ ആൻഡ് ലവ് ഓഫ് ഗാഡ് and the state of being in God's favor. It's the idea that God gives people what they don't deserve and cannot earn. നമുക്ക് സമ്പാദിക്കാൻ പറ്റത്തില്ല, നമുക്കിത് എവിടെ നട്ടുണ്ടാക്കാനൊക്കത്തില്ല. തികച്ചും ബൈബിൾ പഠിക്കുന്ന സമയത്ത് ഒരു വ്യക്തി തീർത്തും അവൻ അനർഹനാണ്, പക്ഷേ അവനെ അർഹതയുള്ളവനാക്കി മാറ്റി. അവൻ്റെ വിദ്യാഭ്യാസം കൊണ്ടോ, അവൻ്റെ ബന്ധങ്ങൾ കൊണ്ടോ, കഴിവ് കൊണ്ടോ, അവൻ്റെ റിസർച്ച് കൊണ്ടോ, അവൻ്റെ വായനാശീലം കൊണ്ടോ ഒന്നും അവന് നേടിയെടുക്കാൻ കഴിയാത്തതും എന്നാൽ അവനോട് പ്രീതിയുള്ള ഒരു വ്യക്തി, അവൻ ആ കൃപ കൊടുക്കുവാൻ തക്കവണ്ണം പ്രാപ്തനായ ഒരു വ്യക്തി, അത് നമ്മുടെ ദൈവമാണ്. ആ ദൈവം അവന് നൽകുകയും, ആ കൃപയ്ക്ക് അർഹനായവൻ അത് നൽകുകയും ശേഷം അവന് സ്വന്തമായി അത് ഉപയോഗിക്കാൻ കഴിഞ്ഞതിന് ശേഷം, ശ്രദ്ധിച്ച് കേൾക്കുക, സ്വന്തമായി ഉപയോഗിക്കാൻ കഴിഞ്ഞതിന് ശേഷം
ആ ദൈവപ്രീതിയിൽ തന്നെ തുടരുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. പലരും കൃപ പ്രാപിച്ചിട്ട് പിന്നെ വിട്ടേച്ചു പോയ അവസ്ഥയുണ്ട്. അവരെ നമുക്ക് ഗ്രേസിൻ്റെ കൂടെ ഉൾപ്പെടുത്താൻ ഒക്കത്തില്ല. കൃപ പ്രാപിച്ചതിന് ശേഷം അർത്ഥം ഇതാണ്, ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, അവർക്ക് വിടുതൽ കിട്ടി, ശേഷം അവർ അവരുടെ വഴിക്ക് തിരിഞ്ഞുപോയി എന്ന് പറയുന്ന കേസല്ല ഇത്. ആ വിടുതൽ കിട്ടിയതിന് ശേഷവും ആ ഒരവസ്ഥയിൽ തുടരുക, ദൈവപ്രീതിയിൽ തുടരുക, ഗ്രേസിൽ തുടരുക. അതൊരവസ്ഥയാണ്. ഗ്രേസ് എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് എന്താണ്? ചിലർ പറയും തീ എന്ന് പറയും, ചിലർ മഞ്ഞെന്ന് പറയും, ചിലർ തണുപ്പെന്ന് പറയും, ചിലർ കറണ്ട് എന്ന് പറയും. അതൊരവസ്ഥയാണ്. അതൊരവസ്ഥയാണ്. അത് ആ ഒരു അവസ്ഥയിൽ ആ അവസ്ഥയെ ആർക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവിനെ കുറിച്ച് എന്നോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിക്കിപ്പോവും. കാരണം എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നായിരിക്കും. എൻ്റെ എക്സ്പീരിയൻസ് ആയിരിക്കത്തില്ല നിങ്ങൾക്ക്. എന്നേക്കാൾ വലിയ എക്സ്പീരിയൻസ് ആയിരിക്കും ഹോളി സ്പിരിറ്റിനെ കുറിച്ച് നിങ്ങൾക്കുള്ളത്. ഹല്ലേലൂയ, നിങ്ങൾക്കുള്ളത്. സോ ഗ്രേസും അതുപോലെയാണ്. കൃപയെക്കുറിച്ച് പൗലോസും പത്രോസും കർത്താവായ യേശുവും ഒക്കെ ലളിതമായി അവിടെവിടങ്ങളിലായി പറഞ്ഞു വെച്ചിരിക്കുന്ന ഐഡിയ മാത്രമാണ് നമുക്ക് ബിബ്ലിക്കലി ലഭിക്കുന്നത്. എന്നാൽ ഗ്രേസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ആ അവസ്ഥയിലേക്കെത്തുക. കൃപ നിങ്ങളുടെ ജീവിതത്തിൽ ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, കൃപ നിങ്ങളുടെ ലൈഫിൽ വർക്കൗട്ടായി തുടങ്ങിക്കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് നിങ്ങൾ തുറന്നു കൊടുക്കുന്ന ഗേറ്റ് വേയിലൂടെ പ്രവേശിച്ച് കയറിക്കഴിഞ്ഞാൽ, പിന്നെ നിന്റെ ജീവിതത്തെ പിടിച്ചു നിർത്താനോ നിന്നെ പിടിച്ചു കെട്ടാനോ ഒന്നും പറ്റത്തില്ല. പലരുടെയും മേലെഴുത്തിൻ്റെ മുകളിലത്തെ എഴുത്താണ് ദൈവത്തിൻ്റെ ഗ്രേസ് എന്ന് പറയുന്നത്. പലരുടെയും വിധിയുടെ മുകളിലത്തെ വിധിയാണ്, വിധിയെ മാറ്റുന്ന വിധിയാണ് ദൈവത്തിൻ്റെ ഗ്രേസ് എന്ന് പറയുന്നത്. പലരുടെയും പ്രവൃത്തിയെ തകർക്കുന്ന ദൈവപ്രവൃത്തിയാണ് ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്. ആ കൃപ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പെരുകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവനെ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. ഇനി ഞാൻ വേർഡിലേക്ക് കൊണ്ടുപോവാണ് നിങ്ങളെ. നമുക്ക് കൃപ, നമുക്ക് എവിടെ വളർച്ച വേണ്ടത്? നമുക്ക് എല്ലാ മേഖലയിലും വളർച്ച വേണം. നമുക്കെല്ലാ മേഖല, ഞാൻ എടുത്ത് പറയുന്നില്ല ഏതൊക്കെ മേഖലയാണെന്നുള്ളത്. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവന് ഈ ഭൂമിയിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ, ആത്മീയം, ഭൗതികം, ഭൗമികം, സാമ്പത്തികം, എല്ലാം, ഏതെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ടോ, ഇതിൽ എല്ലാം അവൻ വളർന്നിരിക്കണം. ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു, ഒരു മനുഷ്യൻ്റെ എല്ലാ വളർച്ചയും ദൈവം എൻജോയ് ചെയ്യുന്നു. ഒരു മനുഷ്യൻ്റെ എല്ലാ വളർച്ചയും ദൈവം എൻജോയ് ചെയ്യുന്നു. ഞാൻ ബൈബിൾ വായിച്ചിട്ടാണ് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ എല്ലാ വളർച്ചയും, കൃപ പെരുകുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. ശുശ്രൂഷയിൽ നിൽക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. ശുശ്രൂഷ ആഗ്രഹിക്കുന്നവനെയും ദൈവം സ്നേഹിക്കുന്നു. ജോലി ചെയ്യുന്നവനെയും ദൈവം സ്നേഹിക്കുന്നു. സമ്പന്നനെ ദൈവം സ്നേഹിക്കുന്നു. ദരിദ്രനെ ദൈവം സ്നേഹിക്കുന്നു. രോഗിയായിരിക്കുന്നവനെ അവിടുന്ന് സ്നേഹിക്കുന്നു. കരുണയോടെ അവൻ്റെ അരികിലേക്ക് ഇറങ്ങി വരുന്നു എന്നു തുടങ്ങി വീടുള്ളവനെ സ്നേഹിക്കുന്നു, വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവനെ സ്നേഹിക്കുന്നു, വീട് വെക്കുന്നവനെ സ്നേഹിക്കുന്നു. ബൈബിൾ ഇതിനകത്ത് ഒന്നിനെയും കുറച്ച് കാണുന്നില്ല. അല്ലെങ്കിൽ എൻ്റെ ദൈവം ഇതിനകത്ത് ആരെയും കുറച്ച് കാണുന്നില്ല. സമ്പന്നനെ കുറച്ച് സ്നേഹിക്കുന്നു, ദരിദ്രനെ കൂടുതൽ സ്നേഹിക്കുന്നു, അങ്ങനെയില്ല. സമ്പന്നനെ കൂടുതൽ സ്നേഹിക്കുന്നു, ദരിദ്രനെ കുറച്ച് സ്നേഹിക്കുന്നു, അങ്ങനെയില്ല. പണം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവനെ കുറച്ച് സ്നേഹിക്കുന്നു, പണമേ വേണ്ടെന്ന് പറയുന്നവനെ കൂടുതൽ സ്നേഹിക്കുന്നു. അങ്ങനത്തെ ഒരു സ്നേഹമില്ല. കർത്താവ് മുഖപക്ഷമില്ലാതെ എല്ലാവരെയും സ്നേഹിക്കുന്നു. പക്ഷേ ഈ പറഞ്ഞതിൽ സ്പിരിച്വാലിറ്റിയിൽ നിന്ന് 1% മറ്റെന്തിനെങ്കിലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എങ്കിൽ നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ദൈവവും ദൈവത്തിൻ്റെ കൃപയും അനർഹനായിരുന്ന നമുക്ക് ലഭിച്ച ദൈവിക ദാനങ്ങളെയും
മാറ്റി നിർത്തിയിട്ട് നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ നമ്മുടെ ഫുഡോ, നമ്മുടെ ഷെൽട്ടറോ, നമ്മുടെ റിലേഷൻസോ, അല്ലെങ്കിൽ നമ്മുടെ ജോലിയോ, എന്ത് കാര്യമോ ആയിക്കോട്ടെ, പണം ഉണ്ടാക്കാനുള്ള വ്യഗ്രതയോ, മറ്റെന്ത് സ്കീംസ് നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്താലും അത് നിനക്ക് ഒരു ആഭരണമാണ്. അത് നിനക്കൊരു ആഭരണമാണ്. ആഭരണമല്ല എനിക്ക് വേണ്ടത്, ആഭരണമല്ല എനിക്ക് വേണ്ടത്, അതാണ് ആഭരണം. ആ ഭരണമല്ല എനിക്ക് വേണ്ടത്, എനിക്കുള്ള ഭരണം വരേണ്ടത് സ്വർഗത്തിൽ നിന്നാണ്. എന്നെ റൂൾ ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ കൃപയാണ്. കൃപ തന്ന ദൈവത്തിൻ്റെ നിയമങ്ങളാണ് എന്നെ നിയന്ത്രിക്കേണ്ടത്. ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയാം, അങ്ങനെ ഒരു നിയമത്തിനകത്ത് കയറി നിന്നാൽ മതി എനിക്കെന്ന് ആഗ്രഹിക്കുന്നവൻ്റെ ജീവിതത്തിൽ സൈറ്റാനിക് ലോസ് വർക്കൗട്ട് ആകത്തില്ല, സാത്താനീയ നിയമങ്ങൾ വർക്കൗട്ട് ആകത്തില്ല. അവൻ്റെ ഒരു പദ്ധതിയും ഒരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ വർക്കൗട്ട് ആകത്തില്ല. അതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് പൗലോസ്ലീഹ. ഞാൻ അതിലേക്ക് സമയമുണ്ടെങ്കിൽ വരാം. സോ ഒരു വ്യക്തിക്ക് വളർച്ച വേണ്ടത് അവൻ്റെ സ്പിരിച്വാലിറ്റിയിലാണ്. 5 പോയിന്റ് മാത്രമേ ഇന്ന് പറയാനുള്ള സമയം ഉള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞാൻ 5 പോയിന്റ് വേഗത്തിൽ പറഞ്ഞങ്ങ് പോവാം. എന്താണ് കൃപയിൽ വളരാൻ ഒരു വ്യക്തിക്ക് ആവശ്യം? പറഞ്ഞേ, കൃപയിലുള്ള വളർച്ച. എല്ലാവരുടെ വായിക്കൊണ്ട് പറഞ്ഞേ, യൂട്യൂബിൽ കാണുന്നവരും പറഞ്ഞേ, കൃപയിലുള്ള വളർച്ച. നിങ്ങൾക്ക് കൃപയിൽ വളരണോ അതോ മറ്റേതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് വളരണോ? പറഞ്ഞേ, കൃപയിൽ വളരണം. കൃപയിൽ വളർന്നാൽ മറ്റെല്ലാ കാര്യങ്ങളിലും നിങ്ങൾ വളരും. കൃപയിൽ വളർന്നാൽ, നിങ്ങൾ രാവിലത്തെ ആത്മീയ വളർച്ചയെക്കുറിച്ച് നിങ്ങൾ കേട്ടായിരുന്നോ? എത്ര പേര് കേട്ടു എന്ന് എനിക്കറിയത്തില്ല. എല്ലാവരും ആ ഓണത്തിൻ്റെ ക്ഷീണം കഴിഞ്ഞ് അങ്ങനെ നിൽക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ നിങ്ങൾക്ക് ക്ഷീണമൊക്കെ മാറിയതിന് ശേഷം, ഞാൻ അങ്ങനെ പറഞ്ഞേക്കാം, ആ മെസ്സേജ് ഒന്ന് കാണുന്നത് നല്ലതാണ്. കണ്ടവർ കത്തി, കാണാത്തവർ ഇനി കണ്ടിട്ട് കത്തിയാട്ടെ, തീ അതിൽ തന്നെ ഉണ്ട്. ആമേൻ. അപ്പം ആത്മീയ വളർച്ച, അത് ഞാനൊരു മെസ്സേജ് രാവിലെ ഇട്ടു. ഇത് കൃപയിലെ വളർച്ച. രണ്ടും സെയിം ഒക്കെ തന്നെയാണ്, ഏറെക്കുറെയൊക്കെ സെയിം ആണ്, പക്ഷേ വ്യത്യാസമുണ്ട്. കൃപയിൽ ഒരു വ്യക്തിക്ക് വളരണമെങ്കിൽ 5 കാര്യങ്ങൾ വേണം. ആത്മീയ ജീവിതത്തിൽ വളരണമെങ്കിൽ 5 കാര്യങ്ങൾ വേണം. 5 കാര്യങ്ങളിൽ അധികം കാര്യങ്ങൾ വേണം. പക്ഷേ ഞാനിപ്പോൾ കൃപയെക്കുറിച്ചാണ് പറയുന്നത്. കൃപയിൽ ഒരു വ്യക്തിക്ക് വളരണമെന്നുണ്ട്. ഗോഡ്സ് ഗ്രേസ്, ഹൗ ടു ഗ്രോ ഇൻ ഗോഡ്സ് ഗ്രേസ്. ദൈവത്തിൻ്റെ കൃപയിൽ ഒരു വ്യക്തിക്ക് വളരണമെന്നുണ്ടെങ്കിൽ 5 കാര്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ലുക്ക് ടു ക്രൈസ്റ്റ്, ക്രിസ്തുവിലേക്ക് നോക്കുക. നമ്പർ 2, നോട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ എഴുതി. നമ്പർ 2, ലുക്ക് ഫോർ എവിഡൻസ് ഓഫ് ദ സ്പിരിറ്റ് വർക്ക് ഇൻ യുവർ ലൈഫ്. ദൈവത്തിൻ്റെ ആത്മപ്രവർത്തികളെ പരിശോധിക്കാനുള്ള ഒരു മനോഭാവം, അല്ലെങ്കിൽ ആത്മപ്രവർത്തികളെ നാം നോട്ടീസ് ചെയ്യുക, ആത്മപ്രവർത്തികളെ നാം നോക്കുക, നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന പ്രവർത്തികളെ നാം നോക്കുക. 3, റൈറ്റ്ലി പേ അറ്റൻഷൻ ടു യുവർ സർക്കംസ്റ്റാൻസസ്. നമ്മുടെ സാഹചര്യങ്ങളെ വീക്ഷിക്കാനുള്ള ഒരു മനോഭാവം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇതൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഇത് നമ്മൾ ബൈബിൾ വായിച്ച് അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. റൈറ്റ്ലി പേ അറ്റൻഷൻ ടു യുവർ സർക്കംസ്റ്റാൻസസ്. സാഹചര്യങ്ങളെ പരിശോധിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടായിരിക്കുക. 4, ഐഡൻറ്റിഫൈ അൺപ്രൊഡക്റ്റീവ് കോപ്പിംഗ് സ്ട്രാറ്റജീസ് ആൻഡ് അൺഗോഡ്ലി റെസ്പോൺസസ്. ഇത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യമാണ്. നമ്മെ പ്രൊഡക്റ്റീവ് ആകാൻ അനുവദിക്കുന്നതും അനുവദിക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ഏത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ ചോദിച്ചു വാങ്ങുക, ആ അവസ്ഥയിൽ തന്നെ ജീവിക്കുക. കൃപയിൽ വളരണമെന്നുണ്ടെങ്കിൽ 1-ാമത്തെ ദിവസം മുതൽ വളരണം, അല്ലെങ്കിൽ ഈ 1-ാമത്തെ പോയിന്റ് മുതൽ വളരണം. ലുക്ക് ടു ക്രൈസ്റ്റ്, എവിഡൻസ് ഓഫ് ദ സ്പിരിറ്റ് വർക്ക് ഇൻ യുവർ ലൈഫ്, റൈറ്റ്ലി പേ അറ്റൻഷൻ യുവർ സർക്കംസ്റ്റാൻസസ്, ഐഡന്റിഫൈ ദി അൺപ്രൊഡക്റ്റീവ് കോപ്പിംഗ് സ്ട്രാറ്റജീസ് ആൻഡ് അൺഗോഡ്ലി റെസ്പോൺസസ്. ഇതൊരു ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. ഈ 3-ാമത്തെയും 4-ാമത്തെയും കാര്യത്തിൽ, അതായത് സാഹചര്യങ്ങളെ വീക്ഷിക്കാനും
അതിനകത്ത്, ആ സാഹചര്യങ്ങൾക്കകത്തുകൂടെ എന്താണ് ഈവിൽ സ്പിരിറ്റ് നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന കാര്യത്തെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് ആ സ്പോട്ടിൽ വെച്ച് നിങ്ങൾക്കതിനെ റെബ്യൂക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ, അഞ്ചാമത്തെ കാര്യത്തിലേക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് വരാം. അഞ്ചാമത്തെ പോയിന്റ്, ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട കാര്യമാണ്. നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട കാര്യമാണ്. വൈ, WHY, വൈ, എന്തിന് അല്ലെങ്കിൽ എന്തുകൊണ്ട്. 2, വാട്ട്. ഈ 2 ക്വസ്റ്റ്യൻസ് നിങ്ങളോട് തന്നെ ചോദിക്കണം. എന്തിനെന്ന് ചോദിച്ചാൽ, സാഹചര്യങ്ങൾ, ഇപ്പൊ പൗലോസിന്റെ കാര്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയ കാര്യം, അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് വരുന്ന സമയത്ത് പൗലോസിന്റെ മേലുള്ള, അല്ലെങ്കിൽ പൗലോസിന് മിനിസ്ട്രി ചെയ്യാൻ പറ്റാത്ത പോലെ, പൗലോസിനെ വിളിച്ച ദൈവത്തിന്റെ വിളിയിലേക്കുള്ള വേഗത കുറയ്ക്കുന്നത് പോലെ, പൗലോസിന്റെ ശരീരത്തിൽ അനുഭവിച്ച ആ ഒരു പെയിൻ, ആ ഒരു പൗലോസിനെ വേദനിപ്പിക്കുന്ന ഒരവസ്ഥ, പൗലോസിന്റെ പ്രാർത്ഥനകളിൽ നിഴലിച്ചു വന്നിരുന്നു. പക്ഷെ പൗലോസ് വയ്യെന്നോ വാട്ടെന്നോ ഒന്നും ചോദിക്കാതെ തൻ്റെ പ്രാർത്ഥനകളിൽ നിരന്തരം മുഴങ്ങി നിന്നിരുന്നൊരു ശബ്ദം, തന്നെ വേദനിപ്പിക്കുന്ന, തൻ്റെ വേഗത കുറയ്ക്കുന്ന ഈ ഒരു ശൂലത്തിൻ്റെ അവസ്ഥ തന്നിൽ നിന്ന് നീങ്ങണം. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിൽ ഉയർന്ന സ്വരത്തിൽ സ്പന്ദിച്ച് നിൽക്കേണ്ട പല കാറ്റഗറികളെയും അല്ലെങ്കിൽ പല വിഷയങ്ങളെയും സാത്താൻ നമ്മുടെ ജീവിതത്തിലേക്ക് ഇൻജെക്റ്റ് ചെയ്തിരിക്കുന്ന പെയിൻ ചവിട്ടി താഴ്ത്തിയിട്ട് ഉയരേണ്ട ആവശ്യം പോലും ഇല്ലാത്ത കാര്യങ്ങളെ നമ്മുടെ പ്രെയർ ലൈഫിലേക്ക് പൊന്തിച്ചു കൊണ്ടുവരുന്ന ഒരു ഭയങ്കരമാകുന്ന വഞ്ചനയുടെ ആത്മാവ് പലരുടെയും സ്പിരിച്വൽ ലൈഫിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. പൗലോസിന്റെ പ്രാർത്ഥന 3 പ്രാവശ്യമെന്ന് പറയുന്നു. അത് 3 നേരമാണോ എനിക്കറിയത്തില്ല, അതോ ഒരു സമയത്ത് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ പൗലോസ് 3 പ്രാവശ്യവും കർത്താവിനോട് റിപ്പീറ്റ് ചെയ്ത്, എനിക്ക് ഈ ശൂലം എന്നെ വിട്ട് മാറണം, എന്നാൽ വേഗത കൂടും, എന്നാൽ വീര്യം കൂടും, എന്നാൽ ശുശ്രൂഷ കൂടും എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ 2 പ്രാവശ്യവും ദൈവം റെസ്പോണ്ട് ചെയ്തില്ല. 3-ാമത്തെ പ്രാവശ്യവും അതൊരു റെസ്പോൺസ് അല്ല, അല്ലെങ്കിൽ അതൊരു ആ വിഷയത്തെ എടുത്തു മാറ്റുന്ന ഒരു മറുപടിയല്ല. പകരം കർത്താവ് തിരിച്ച് മറ്റൊരു ടീച്ചിങ് ആണ് പൗലോസിന് അതിൻ്റെ മധ്യത്തിൽ കൊടുത്തത്. മൈ ഗ്രേസ് ഈസ് സഫീഷ്യന്റ് ഫോർ യു. എൻ്റെ കൃപ നിനക്ക് ധാരാളമാണ്, നിനക്കത് മതി. കൃപയെക്കുറിച്ച് യേശു കർത്താവ് പൗലോസിനെ ടീച്ച് ചെയ്തു. ഒരിക്കലും ഒരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ ശൂലങ്ങൾ അവൻ്റെ വേഗത കുറയ്ക്കുന്നില്ലെന്ന് യേശുവാണ് പൗലോസിനെ പഠിപ്പിച്ചത്. അവൻ്റെ ലൈഫിലെ പെയിൻ, അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ശരീരത്തിൽ അനുഭവിക്കുന്ന യാതൊന്നും തന്നെ ആത്മീയ ശക്തി പ്രാപിച്ച ഒരു മനുഷ്യൻ്റെ വേഗതയെ കുറയ്ക്കുന്നില്ല എന്ന് യേശുവാണ് പൗലോസിനെ പഠിപ്പിച്ചത്. പൗലോസിന് പ്രാർത്ഥനയിൽ കിട്ടിയ ഒരു വിസ്ഡം അല്ലത്, ഒരു റെവലേഷൻ അല്ലത്, അത് യേശു ഡയറക്ട്ലി പൗലോസിനെ പഠിപ്പിച്ചതാണ്. ഓൾമൈറ്റി ഗാഡ്. പൗലോസ് ഒത്തിരി റെവലേഷൻസ് തൻ്റെ ലെറ്ററിലൂടെ എല്ലാ സഭകൾക്കും എഴുതിയൊരു വ്യക്തിയാണ്. പക്ഷെ ഇതൊരു റെവലേഷൻ അല്ല, ഇത് അദ്ദേഹത്തിന് കിട്ടിയൊരു ടീച്ചിങ് ആണ്, ഒരു അവയർനെസ് ആണ്, ഒരു സെൽഫ് അവയർനെസ് ആണത്. ഓ ഹല്ലേലൂയ, പ്രൈസ് ടു ജീസസ്. ഇതിനെ ആത്മീയ ജീവിതത്തിൽ വീണുപോകാതെ മുമ്പോട്ട് നയിക്കുന്നത് പഠനങ്ങൾ മാത്രമല്ല, വിസ്ഡം മാത്രമല്ല, സെൽഫ് അവയർനെസ്സും കൂടെ നമ്മുടെ സ്പിരിച്വൽ ലൈഫിൽ നമ്മെ മുന്നോട്ട് നയിക്കുന്ന വലിയൊരു ഘടകമാണ്. സെൽഫ് അവയർനെസ്.
ഒരു സ്വയം ഒരു അവബോധത്തിൻ്റെ അനുഭവത്തിലേക്ക് എത്തുക. ആ അവബോധത്തിൻ്റെ അനുഭവത്തെക്കുറിച്ചാണ് 5ാമത്തെ പോയിന്റിൽ ഞാൻ പറഞ്ഞത്, വൈ ആൻഡ് വാട്ട്. നാം നമ്മിൽ തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം. സാഹചര്യങ്ങൾക്ക് അനുകൂലമായിട്ട് പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് നാമെങ്കിൽ ഈ വൈ ആൻഡ് വാട്ട് എന്ന ചോദ്യത്തിന് യാതൊരു പ്രസക്തിയുമില്ല. വൈ ആൻഡ് വാട്ട് എന്ന ചോദ്യത്തിന് യാതൊരു പ്രസക്തിയുമില്ല. എന്നാൽ സാഹചര്യങ്ങൾ നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ലാംഗ്വേജ് ആൻഡ് കോഡ്സ്. സാത്താൻ 2 രീതിയിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടും. ദൈവത്തിൻ്റെ ആത്മാവും 2 രീതിയിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടും. എന്താണ്? 1 ലാംഗ്വേജിലൂടെ, 2 കോഡ്സിലൂടെ. കോഡ്സിലൂടെ ചില കോഡ് ഭാഷകൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇടപെടും. കൃത്യമായിട്ട് ആ ഒരു ടൈമിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത്, അതിനെ ഐഡന്റിഫൈ ചെയ്ത്, നിങ്ങൾക്കതിനെ പിടിച്ചെടുക്കാൻ തക്കവണ്ണമുള്ള ഒരു നിലവാരത്തിലേക്ക് ഉയരാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിൽ സാത്താന്റെ വഞ്ചന ഏൽക്കത്തില്ല. ഹല്ലേലൂയ, പ്രൈസ് ടു ജീസസ്, ഹല്ലേലൂയ. എപ്പോഴും ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് മുകളിൽ സാത്താൻ വേഗത്തിൽ ഒരു കൽപ്പന കൊണ്ടുവെക്കാൻ ശ്രമിക്കും. ദൈവത്തിൻ്റെ ഭാഷയ്ക്ക് മുകളിൽ സാത്താൻ വേഗത്തിൽ വേറൊരു ഭാഷ കൊണ്ടുവെക്കാൻ ശ്രമിക്കും. ദൈവത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റിന് മുകളിൽ സാത്താൻ വേഗത്തിൽ വേറെ ഒരു ആശയം കൊണ്ടുവെക്കാനായിട്ട് ശ്രമിക്കും. ഏതെങ്കിലും അതാ നടന്നത്. ദൈവം ഒരു ലോ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു ആശയം അല്ലെങ്കിൽ ഒരു നിബന്ധന ഏദനിൽ വെച്ചിട്ട് പോയി. നടുവിലത്തെ വൃക്ഷവും ഫലവും കർത്താവ് ഒരു നിബന്ധന വെച്ചിട്ട് പോയി. വേഗത്തിൽ സാത്താൻ വന്ന് അതിൻ്റെ മുകളിൽ വേറൊരു ഭാഷ വെച്ചിട്ട് പോയി. എന്താണ് ആദം ഹവ്വായുടെ സിർക്കംസ്റ്റാൻസ് എന്ന് ചോദിച്ചാൽ, ദൈവശബ്ദത്തിനും സാത്താന്റെ ശബ്ദത്തിനും ഇടയിലുള്ളൊരു യുദ്ധം. ഇത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അന്നത് ഏദനിലാണെങ്കിൽ ഇന്നത് സഭയിലാണ്. അന്നത് ഏദനിലാണെങ്കിൽ ഇന്നത് വീട്ടിനകത്താ. അന്നത് ഏദനിലാണെങ്കിൽ ഇന്നത് വർക്കിംഗ് പ്ലേസിലാണ്. ഹല്ലേലൂയ. ദൈവശബ്ദത്തിനും സാത്താന്റെ ശബ്ദത്തിനും ഇടയിലുള്ള ഒരു യുദ്ധം. എപ്പോഴും മനുഷ്യൻ തന്നെയാണ് ഡിസിഷൻ എടുക്കാൻ ദൈവം അന്നും ആഗ്രഹിച്ചത്, ഇന്നും ആഗ്രഹിക്കുന്നത്, നാളെ ആഗ്രഹിക്കാൻ പോകുന്നത്. നിങ്ങളാണ് ഡിസിഷൻ എടുക്കുന്നത്. അവിടെ പരിശുദ്ധാത്മാവ് തീ പോലെ ഇറങ്ങി വരികയും അതിനകത്ത് വന്നിട്ട് പിന്നെ ഒരു ദൈവാലോചന ചോദിക്കുകയും പിന്നെ അതിനുള്ള ടൈമില്ല. ശ്രദ്ധിച്ച് കേൾക്ക്. കൃപ എന്തിനാ കർത്താവ് തന്നേക്കുന്നതെന്ന് ചോദിച്ചാൽ സ്പോട്ടിൽ ചില ആക്ഷൻ എടുക്കാനാണ്. സ്പോട്ടിൽ ഒരു ആക്ഷൻ എടുക്കാനാണ്. സ്പോട്ടിൽ ചില കാര്യങ്ങൾ ഡിസിഷൻ എടുക്കാനാണ് കർത്താവ് കൃപ തന്നേക്കുന്നത്. കൃപ അവിടെയാണ് വർക്കൗട്ട്. ബലഹീനതകളുടെ മധ്യത്തിലാണ് കൃപ വർക്കൗട്ട് ആകുന്നത്. ചില ടൈമിൽ കൃപ ഇങ്ങനെ സൈലന്റ് ആയിരിക്കും, പക്ഷെ സഡൻലി അത് ഏറ്റവും പീക്ക് ലെവലിലേക്ക് പെട്ടെന്ന് അതിൻ്റെ ഗ്രാഫ് ഹൈക്ക് ചെയ്യുന്നതും നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മൾ വളരെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒരു ചാരി കസേരയിൽ ഇരുന്ന് ചാരി ഉറങ്ങുന്ന വ്യക്തി ഒരിക്കലും ഞെട്ടാറില്ല. പക്ഷെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മേത്ത് എഴഞ്ഞു നടക്കുന്ന എന്തെങ്കിലും ഒരു സാധനം വീണു എന്ന് അദ്ദേഹത്തിന് തോന്നി അല്ലെങ്കിൽ വീണു, ഒരു പല്ലി അദ്ദേഹത്തിൻ്റെ മേത്ത് വീണു, അയാൾ വീണ്ടും കൂർക്കം വലിച്ചുറങ്ങും. എത്ര ഉറക്കത്തിൽ കിടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സഡൻലി ചാടി എഴുന്നേൽക്കുന്ന മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൈ കൊണ്ട് ഉടനെ അതിനെ എവിടെയാണോ അദ്ദേഹത്തിന് ഫീൽ ചെയ്തത് അതിനെ തട്ടി, അത് പല്ലിയാണെന്നോ പാമ്പാണെന്നോ ഒന്നും അദ്ദേഹം കണ്ടില്ല, പക്ഷെ എന്തോ വീണു, അതെന്നെ ഭയപ്പെടുത്തുന്ന ഒന്നാണ്, ഞാൻ അതിനെ തട്ടി എറിയണം. ഇതൊക്കെ മില്ലി സെക്കൻഡിനകത്ത് അദ്ദേഹത്തിൽ നടക്കുന്ന ഒരു സംവിധാനമാണ്. തലച്ചോറിൽ നിന്ന് കൈകളിലേക്ക് വന്ന ആ ഒരു ഇൻസ്ട്രക്ഷൻ മൈക്രോ സെക്കൻഡുകൾക്കകത്ത്, എത്രയോ മൈക്രോ സെക്കൻഡുകൾക്കകത്ത് നടക്കുന്ന ഒരു സംവിധാനമാണ്, ഒരു ആവേഗ സംവിധാനമാണത്. ഇതുപോലെയാണ് ഗ്രേസും വർക്കൗട്ട് ആവുന്നത്. ഗ്രേസ് ഉണ്ടെന്ന് നമുക്ക് പറഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റുന്നതോ കാണിക്കാൻ പറ്റുന്നതായിട്ടുള്ള കാര്യമല്ല, അത് പ്രവൃത്തിയിൽ വെളിപ്പെടുന്ന ഒന്നാണ്. നിങ്ങൾ കൃപയിലാണോ, അത് പ്രവൃത്തിയിൽ വെളിപ്പെടും. നിങ്ങൾ ആത്മീയ ശക്തിയുള്ള വ്യക്തിയാണോ, പ്രവൃത്തിയിൽ വെളിപ്പെടും. നിങ്ങളൊരു സ്പിരിച്വൽ ബീയിങ് ആണോ, നിങ്ങളൊരു സ്പിരിച്വൽ പേഴ്സൺ ആണോ, നിങ്ങളൊരു സ്പിരിച്വൽ പവർ പാക്ക് സിസ്റ്റത്തിലാണോ, നിങ്ങളുടെ പ്രവൃത്തിയിൽ വെളിപ്പെടും. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വന്നേ. നിങ്ങൾ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. ലൂക്കോസിൻ്റെ സുവിശേഷം
6-ാമത്തെ അധ്യായം. ഓ ഷബാബ ഹസി യഹോവ റിമാമാ ഷിഹോതിനിരി ഹാസി റിബബബബ കശേഖെ മഹൽകർ. എല്ലാവരും ടങ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ലിംബ്ര ഖൗഷഹംബ്ര ടിനോഖമഹ നിനെനിമ ആൻറ്റന റിലംതോ ഷഹനി ബ്രിഥോഗി മഹരിരുഗി ആസിനു ധാരി റംശിലധാര ഹോ റിഹാന്തരി റിഗോഷ അഗാധ റിഗജൽ ഖമാന റിഗദ ഷൈഡ ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. 6-ാമത്തെ അധ്യായം നിങ്ങൾ എടുത്തോ. അതിൻ്റെ 43-ാമത്തെ വാക്യത്തിൽ യേശു തന്നെ ടീച്ച് ചെയ്യുന്നുണ്ട്. 43 മുതൽ 45 വരെയുള്ള വാക്യം. ലൂക്ക് ചാപ്റ്റർ 6, ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാമത്തെ അധ്യായം അതിൻ്റെ 43 മുതൽ 45 വരെയുള്ള വാക്യം. ആകാത്ത ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷമില്ല. കേട്ടോ, ആകാത്ത ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷം ഇല്ല, നല്ല വൃക്ഷം കായ്ക്കുന്ന ആകാത്ത വൃക്ഷവുമില്ല. ഏതു വൃക്ഷത്തെയും ഫലം കൊണ്ട് അറിയാം. മുള്ളിൽ നിന്ന് അത്തിപ്പഴം ശേഖരിക്കുകയും ഞെരിഞ്ഞിലിൽ നിന്ന് മുന്തിരിങ്ങ പറിക്കുകയും ചെയ്യുമാറില്ലല്ലോ. നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. ദുഷ്ടൻ ദോഷമായതിൽ നിന്ന് ദോഷം പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൽ നിറഞ്ഞ് കവിയുന്നതല്ലോ വായി പ്രസ്താവിക്കുന്നത്. നമ്മൾ ഇത് മാത്രമാണ് എടുത്തിടുന്നത്. നമ്മൾ ഈ ലാസ്റ്റ് ലൈനാണ് എടുത്തിടുന്നത്. ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ അതരങ്ങൾ പ്രസ്താവിക്കുന്നത്. സങ്കീർത്തന സദൃശവാക്യത്തിലും കിടപ്പുണ്ട്. ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ അതരം പ്രസ്താവിക്കുന്നു. ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ. എന്താണ് ഹൃദയത്തിൽ നിറയേണ്ടത്? ഹൃദയത്തിൽ നിറയേണ്ടത് ദൈവത്തിൻ്റെ വചനമാണ്. ഹൃദയത്തിൽ നിറയേണ്ടത് ദൈവത്തിൻ്റെ കൽപ്പനകളാണ്. ഹൃദയത്തിൽ നിറയേണ്ടത് പരിശുദ്ധാത്മാവിൽ നിന്ന് സ്വീകരിക്കുന്ന ജലമാണ്. ഹൃദയത്തിൽ നിറയേണ്ടത് നല്ല വെളിപ്പാടുകളാണ്. ഹൃദയത്തിൽ നിറയേണ്ടത് കാരുണ്യമാണ്. ഹൃദയത്തിൽ നിറയേണ്ടത് ദൈവത്തിൻ്റെ കൽപ്പനകളാണ്. ഹൃദയത്തിൽ നിറയേണ്ടത് നന്മയാണ്. അതിൽ നിന്നാണ് നന്മ പുറപ്പെടുന്നത്. കൃപയിൽ വളരണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ബാലൻസിങ് കറക്റ്റാക്കിയേ പറ്റൂ. മനസ്സിൻ്റെ ബാലൻസിങ് അലൈൻ ചെയ്ത് കറക്റ്റാക്കിയേ പറ്റൂ. ഇരുഹൃദയമുള്ളവന് കൃപയിൽ നിൽക്കാൻ പറ്റത്തില്ല. രണ്ടിലധികം സ്വഭാവമുള്ളവനും അതിലധികവും മുഖമുള്ളവനും അതിലധികവും ദൈവങ്ങളുള്ളവനും ഒന്നും തന്നെ കൃപയിൽ നിൽക്കാൻ പറ്റത്തില്ല. ഒന്നുകിൽ നല്ലത് അല്ലെങ്കിൽ ചീത്ത, അങ്ങനെ ബൈബിൾ പഠിപ്പിക്കുന്നുള്ളൂ. കുറച്ച് നല്ലതുപോലും ബൈബിളിൽ പറയുന്നില്ല. അല്പം നല്ലത് ബാക്കി ചെത്തി കളഞ്ഞിട്ട് കൊള്ളാവുന്ന എടുക്കും. നമ്മൾ വീട്ടിലൊരു പേരയ്ക്ക മേടിച്ചാൽ ഇച്ചിരിയൊക്കെ കറുത്തിരുന്നാൽ ഇച്ചിരിയൊക്കെ ചതഞ്ഞിരുന്നാൽ നമ്മൾ ആ പേരയ്ക്കയുടെ ചതഞ്ഞ ഭാഗം കട്ട് ചെയ്ത് ബാക്കി നമ്മൾ എടുക്കും, പിള്ളേർക്കും കൊടുക്കും. പക്ഷേ ബൈബിൾ അങ്ങനെ പോലും എടുക്കുന്നില്ല. ഒന്നുകിൽ ഉഷ്ണവാനെന്ന് വെപ്പിൻ, അല്ലെങ്കിൽ ശീതവാനെന്ന് വെപ്പിൻ. ശീതോഷ്ണവാനായിരുന്നാൽ നീ കൃപയിലല്ല എവിടെയായിരുന്നെങ്കിലും ദൈവം നിന്നെ തള്ളും. ഹല്ലേലൂയ. യേശുവ പറയുന്ന ഈ വാക്ക്, ആകാത്ത ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷം ഇല്ല. ആകാത്ത ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷമില്ല. ഇനി എത്ര സാത്താന്റെ പേര് പറഞ്ഞാലും ആകാത്ത ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷം ഇല്ല. അതൊരു ഉറപ്പിച്ച കാര്യമാണ്. ഇനി എത്ര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം കൊണ്ടുവന്ന് അതിനെ പണിതെടുക്കാൻ ശ്രമിച്ചാലും പണിയാൻ പറ്റാത്തൊരു സാധനമാണ് ആകാത്ത ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷം. ബൈബിൾ പറയുന്നു, ഏതു വൃക്ഷത്തെയും ഫലം കൊണ്ടറിയാം. മുള്ളിൽ നിന്ന് അത്തിപ്പഴം ശേഖരിക്കുകയും ഞെരിഞ്ഞിലിൽ നിന്ന് മുന്തിരിങ്ങ പറിക്കുകയും ചെയ്യുമാറില്ലല്ലോ. എന്താ ഇവിടെ പറയുന്നേ? ഒരു സെൽഫ് അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ഞാൻ ഈ നാലാമത്തെ കാര്യം നിങ്ങളോട് പറഞ്ഞു. ഐഡന്റിഫൈ അൺപ്രൊഡക്റ്റീവ് കോപ്പിംഗ് സ്ട്രാറ്റജീസ് ആൻഡ് അൺഗോഡ്ലി റെസ്പോൺസ്. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. നിന്റെ ഹൃദയത്തിനകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന ഓരോ സ്പന്ദനങ്ങളെയും കൃപയിൽ വളരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തിരിച്ചറിഞ്ഞേ പറ്റും. ഞാൻ എന്തിന് അത് ചെയ്യണം? എന്തുകൊണ്ട് ഞാൻ അത് ചെയ്യണ്ട? വൈ ആൻഡ് വാട്ട്? ഞാൻ എന്തിന് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട്? ചില സമയം നിങ്ങൾക്ക് ടങ് സ്ലിപ്പ് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ പറഞ്ഞു പോകാറുണ്ട്. ശരിയല്ലേ? പറയാൻ പാടില്ലാത്തതാ പറഞ്ഞുപോയി.
ചില സമയം ഫോൺ ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ പറയാൻ പാടില്ലാത്ത പോലെ ഒരാളുടെ കുറ്റമൊക്കെ പറയും. പെട്ടെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കൊരു കുറ്റബോധം തോന്നാറില്ലേ? വേണ്ടായിരുന്നു, ആ സമയം എനിക്ക് എൻ്റെ വായിൽ വന്നും പോയി പറഞ്ഞും പോയി, വേണ്ടായിരുന്നു തോന്നാറില്ലേ? അത് നിങ്ങളുടെ അകത്തെ സ്പിരിറ്റ് ദുഃഖിച്ചോണ്ടാണ്, നിങ്ങളുടെ അകത്തിരിക്കുന്ന നിങ്ങളുടെ ഹൃദയം വ്യസനിച്ചോണ്ടാ, ദുഃഖിച്ചോണ്ടാ. എവിടെയോ ഒരു അംശം, പരിശുദ്ധാത്മാവിൻ്റെ അംശം നിങ്ങൾ അറിഞ്ഞു പോയത് കൊണ്ട് അത് തെറ്റെന്ന് പറഞ്ഞ്. എന്നാൽ വീഴ്ച വന്നിട്ട് അതിന് നമ്മൾ സെന്റിമെന്റലായിട്ട് അങ്ങനെ അതിനെ അങ്ങ് സോൾവ് ചെയ്യാനല്ല, വീഴ്ച വരാതെ അതിനെ സൂക്ഷിക്കാൻ സഹായിക്കുന്നതാണ് കൃപ. വീഴ്ച വന്നതിന് ശേഷം അതിനെ കറക്റ്റ് ചെയ്യാനല്ല, വീഴ്ച വരാതെ നിന്നെ സൂക്ഷിക്കുന്നതാണ് ദൈവത്തിൻ്റെ കൃപ. സോ ഒരു സെൽഫ് അവെയർനെസ് ഒരു വ്യക്തിയിൽ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അവനൊരു സെൽഫ് എക്സാമിനേഷൻ നടത്തുന്ന വ്യക്തിയായിരിക്കണം. ഞാൻ നല്ല വൃക്ഷമോ അതോ ഞാൻ കെട്ട വൃക്ഷമോ, ഇത് ഞാൻ തിരിച്ചറിയണം. അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നത് ഭയങ്കര ഇമ്പോർട്ടൻസാണ്. നമുക്ക് എല്ലാ വരങ്ങളും വരുന്നത് അകത്തുനിന്ന്. ഏത് കൃപയും ഒന്നും മേളിൽ നിന്ന് പൊട്ടി വരാനില്ല. എല്ലാം ക്രിസ്തു യേശുവിൽ നമുക്ക് ദൈവം എല്ലാം പൂർണ്ണമായിട്ട് നമുക്ക് തന്നു കഴിഞ്ഞ് ഇനി ഒന്നും തരാനില്ല. അതുകൊണ്ട് ബൈബിൾ പറയുന്നത് നമുക്കെല്ലാം നമ്മുടെ സ്പിരിറ്റിൽ ഓൾറെഡി കർത്താവ് എല്ലാം തന്ന് നമ്മെ തൃപ്തരാക്കി വെച്ചേക്കുക. ഇനി ഒന്നും പുതിയതായിട്ട് തരാനില്ല. എന്നാൽ അകത്തുനിന്നാണ് ഓരോ നമുക്ക് അൺലോക്ക് ചെയ്ത് കിട്ടുന്നത്. അൺലോക്ക് ചെയ്ത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അൺഗോഡ്ലി റെസ്പോൺസസ് ഞാൻ തിരിച്ചറിയണം. ദൈവത്തിന്റെ വരങ്ങൾ വരുന്നതും അകത്തുനിന്നാണ്. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന കൃപയുടെ വരങ്ങൾ വരുന്നതും അകത്തുനിന്നാണ്. വേണ്ടാത്ത ചിന്തകൾ വരുന്നതും അകത്തുനിന്നാണ്. കോപം വരുന്നതും അകത്തുനിന്ന, സ്നേഹം വരുന്നതും അകത്തുനിന്ന. എന്നാൽ സ്പിരിറ്റിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തു വരുന്ന വരങ്ങളും ഉണ്ട്, നമ്മുടെ സോളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വികാരങ്ങളും ഉണ്ട്. ക്ലിയർ? സ്പിരിറ്റിൽ നിന്ന് വരങ്ങൾ പുറത്തേക്ക് വരണമെങ്കിൽ ദൈവം തന്നിരിക്കുന്ന, നമ്മൾ ദൈവ സാന്നിധ്യം സ്വീകരിക്കുന്നത് നമ്മുടെ തലയിലല്ല. നമ്മൾ തലയും പൊത്തി പിടിച്ചുകൊണ്ടായിരിക്കും വീഴുന്നേ, പക്ഷേ നമ്മുടെ തലയിലല്ല. ദൈവ സാന്നിധ്യം ആണെങ്കിലും അഭിഷേകമാണെങ്കിലും എല്ലാം കർത്താവ് നമ്മുടെ സ്പിരിറ്റിലേക്കാണ് തരുന്നത്. കാരണം സ്പിരിറ്റാണ് രക്ഷിക്കപ്പെട്ടത്, സ്പിരിറ്റിലാണ് തരുന്നത്. ആ സ്പിരിറ്റ് ഫസ്റ്റ് റാങ്കായി നിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹയർ ഗ്രേഡിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രാണനും ശരീരവും ആത്മാവിന് വിധേയപ്പെട്ട അനുഭവത്തിലായിരിക്കണം. നിങ്ങളൊന്ന് വന്നേ, നിങ്ങൾ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:3 ഒന്ന് എടുത്തേ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:3. ഇന്ന് ചിലപ്പോൾ ഒരു അല്പം ഒന്ന് മെസ്സേജ് മുമ്പോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. താല്പര്യമുള്ളവർ കണ്ടിന്യൂ ചെയ്താട്ടെ. എന്നാലും 8 അതിനകത്ത് ഞാൻ ക്ലോസ് ചെയ്യും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:3 ഒന്ന് നിങ്ങൾ നോക്കി. അല്ല വേണ്ട, നിങ്ങൾ ഒരു മിനിറ്റ് 2 പത്രോസ് എടുത്തേ. പത്രോസിന്റെ 2-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങൾ. പത്രോസിന്റെ 2-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം 17-18 വാക്യങ്ങൾ. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുമ്പ് കൂട്ടി അറിഞ്ഞിരിക്കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. ഇനി എങ്ങനെ സൂക്ഷിക്കണം? ആരാൽ സൂക്ഷിക്കപ്പെടണം? എന്താണ് സൂക്ഷിക്കാൻ ഞാൻ ചെയ്യേണ്ടതെന്ന് 18-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവിൻ. പരിജ്ഞാനം 2ഉം കൃപ 1ഉമാണ്. കൃപയുള്ളവന് പരിജ്ഞാനമുണ്ട്, പരിജ്ഞാനമുള്ളവന് നിസ്സംശയം ദൈവത്തിൻ്റെ കൃപയും ഉണ്ടാവും. ഈ പരിജ്ഞാനവും കൃപയെന്നൊക്കെ പറയുന്നത് നമ്മൾ എത്ര വായിച്ചു കൂട്ടുന്നു അതനുസരിച്ച് കൂടുന്ന സാധനമല്ല. ഇത് കർത്താവ് ഒരു വ്യക്തിക്ക് നൽകുന്ന ഒന്നാണ്. ഇപ്പൊ എൻ്റെ കൂടെ എൻ്റെ മക്കൾ വളരുമ്പോൾ അവരെ ഭക്ഷണം കഴിക്കാൻ ഞാൻ അടുത്ത വീട്ടിലേക്ക് ഇറക്കി വിടുകയല്ല ചെയ്യുന്നത്. അവർ വിശക്കുന്നു എന്ന് പറയുന്നത് കേൾക്കാൻ നിൽക്കുകയും അല്ല ചെയ്യുന്നത്. അവർ ഞങ്ങളോട് കൂടെ നിൽക്കുമ്പോൾ അവർക്ക് എത്ര നേരം, ഏതൊക്കെ സമയം, ഏതൊക്കെ ഫുഡാണ് വേണ്ടതെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ കൊടുക്കുക ചെയ്യുന്നത്.
അതിൽ അപ്പാ വിശക്കുന്നു അമ്മയെ വിശക്കുന്നു എന്നും പറയാൻ വേണ്ടി നിൽക്കുകയല്ല ചെയ്യുന്നത്, അവർക്ക് കൊടുക്കുക ചെയ്യുന്നത്. എന്തിനാണ് ഞങ്ങൾ ഫുഡ് കൊടുക്കുന്നത്? അത് ഞങ്ങളുടെ ഒരു കടമയായതുകൊണ്ട് മാത്രമാണോ? അല്ല. ഫുഡ് അവരിലേക്ക് എത്തിയില്ലെങ്കിൽ അവരേതെല്ലാം മേഖലകളിൽ അവർ വീക്കാകാൻ സാധ്യതയുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. ഒന്ന്, അവരുടെ ഫിസിക്കൽ ബാലൻസ് തെറ്റും. രണ്ട്, അവർ പഠനത്തിൽ ശോഷിക്കും. മൂന്ന്, അവർ അൺകോൺഷ്യസ് ആകും. നാല്, അവർ ഇമ്മ്യൂണിറ്റി പവർ ഇല്ലാതെ, ഇങ്ങനെ പലതും കാലം ചെല്ലവേ, കാലം കഴിയും, എല്ലാം കൂടെ ഒരുമിച്ച് നടക്കുകയല്ല ചെയ്യുന്നത്. ഉടനെ അൺകോൺഷ്യസുമായി പഠനത്തിലും വീക്കായി അങ്ങനെ ചെയ്യുകയല്ല ചെയ്യുന്നത്. കൃത്യമായിട്ട് അകത്ത് ചെല്ലേണ്ടത് ചെന്നില്ലെങ്കിൽ ഓരോ കാലങ്ങൾ ഓരോ നാളുകൾ അങ്ങോട്ട് കഴിയും തോറും ഇതിൽ പലതും ഒരുമിച്ചും സംഭവിച്ചു എന്നിരിക്കും. ഇതുപോലെയാണ് കർത്താവിൻ്റെ കൂടെ നിൽക്കുന്ന നമുക്ക് കൃപതാപ്പ നമ്മൾ ചോദിക്കുമ്പോൾ അല്ല, നമ്മൾ ചോദിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ചോദിച്ചതിനേക്കാൾ അധികവും നമുക്ക് തരും. കാരണം ഏതെല്ലാം മേഖലകളിൽ ഏതെല്ലാം ഫീൽഡിൽ നീ വർക്ക് ചെയ്യണമെന്ന് ദൈവത്തിന് വ്യക്തമായി അറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. അപ്പോസ്തലന്മാർക്ക് കൊടുത്തതുപോലെ അല്ല കൃപ കർത്താവ് മറ്റ് ശിഷ്യന്മാർക്ക് കൊടുത്തത്, അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷ ഏറ്റ ശിഷ്യന്മാർക്ക് കൊടുത്തത്. അപ്പോസ്തലന്മാർ ചെയ്ത എല്ലാ ശുശ്രൂഷകളും എല്ലാ ശിഷ്യന്മാരും ചെയ്തില്ല. അപ്പോസ്തലന്മാരാൽ എഴുന്നേൽപ്പിക്കപ്പെട്ട ശിഷ്യന്മാരെല്ലാം അപ്പോസ്തലന്മാർക്ക് സമമായി ശുശ്രൂഷ ചെയ്തില്ല. ഓരോരുത്തരും ഏത് ഫീൽഡ് ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതനുസരിച്ച് കർത്താവ് കൃപ കൊടുക്കുന്നത്. പ്രവാചകന്റെ കൃപ, പ്രവാചകൻ ചെയ്യുന്നൊരു ശുശ്രൂഷ ഒരു ഭൂതങ്ങളുടെ മേൽ അധികാരമുള്ളവൻ ചെയ്യണമെന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രവചിച്ചുകൂടാ എന്നില്ല. പക്ഷേ ഒരു പ്രവാചക അഭിഷേകം ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തി ചെയ്യുന്നത് പോലെ ചെയ്യില്ല. ഹീലിംഗ് മിനിസ്ട്രി ഉള്ളൊരു വ്യക്തി, അദ്ദേഹം ഒരു പ്രവാചകൻ പ്രവചിക്കുന്നത് പോലെ അത്രയും ബ്രോഡായിട്ട് അദ്ദേഹം പ്രോഫസി പറയണമെന്ന് വെച്ചാൽ നടക്കില്ല. കാരണം അദ്ദേഹത്തിന് മേൽ കിടക്കുന്നത് ഹീലിംഗ് മിനിസ്ട്രിയാണ്. തിരിച്ച് പ്രവാചകനും അങ്ങനെ തന്നെ. ആ ഹീലിംഗ് മിനിസ്ട്രി പ്രവാചകൻ കൈവച്ചാൽ സൗഖ്യമാകും. പക്ഷേ എല്ലാ രോഗങ്ങളും ആ ഹീലിംഗ് മിനിസ്ട്രി ചെയ്യുന്നത് പോലെ അതേ വേഗതയിൽ അതേ പെർഫെക്ഷനോടെ നടക്കണമെന്നില്ല. ഓരോരുത്തർക്ക് അതനുസരിച്ചുള്ള കൃപ. നിങ്ങൾ ഏത് ഫീൽഡ് ഹാൻഡിൽ ചെയ്യണമെന്ന്, നിങ്ങൾ ഏത് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണമെന്ന്, നിങ്ങൾ ഇന്ന് ആരെ നിങ്ങൾ ഫേസ് ചെയ്യണമെന്ന്, ഇന്ന് നിങ്ങൾ ഏത് രാജ്യവുമായിട്ടുള്ള യുദ്ധം നിങ്ങൾ ഫേസ് ചെയ്യണമെന്ന്, ഇന്ന് നിങ്ങൾ എത്ര ബാറ്റിലാണ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതെന്ന്, ഏതിനകത്ത് നിന്നെല്ലാം നിങ്ങൾ റിക്കവർ ചെയ്യപ്പെടണമെന്ന്, നിങ്ങൾ ഏതിനകത്തു നിന്നൊക്കെ നിങ്ങൾ സേഫ് ആക്കപ്പെടണമെന്ന് വ്യക്തമായി അറിയുന്ന ദൈവം അതിനുള്ള കൃപ നിന്റെ മേൽ പകർന്നു തരും. ആമേൻ. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ സ്ഥിരത വിട്ട് വീണു പോകാതിരിക്കാൻ. അപ്പൊ നമ്മളെ നിർത്തുന്നത് എന്താ, നിർത്തിയേക്കുന്നത് എന്താ? ദൈവത്തിന്റെ കൃപയാണ്. നിങ്ങൾക്ക് മറുപടി കിട്ടിയെന്നും കിട്ടിയില്ല എന്നും രണ്ട് ഉത്തരവുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടിയെന്നും കിട്ടിയിട്ടില്ല എന്നുമുള്ള രണ്ട് ഉത്തരങ്ങൾ എല്ലാവർക്കും പറയാനുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ നീ നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയില്ല. ഉത്തരം കിട്ടിയെങ്കിലും കിട്ടിയില്ല എങ്കിലും നീ നിൽക്കുന്നത്, ഈ സന്ദേശം കേൾക്കാൻ നിനക്ക് കഴിയുന്നത് ദൈവത്തിന്റെ കൃപയാണ്. പലരും വീണുപോയതിന്റെ മധ്യത്തിലാണ് നിങ്ങൾ ഇന്ന് വീണുപോകാതെ ഈ കൃപയിൽ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഈ സ്ഥിരത വിട്ടു പോകാതെ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ സ്പിരിറ്റ്, ദൈവത്തിന്റെ കൃപയിൽ നിറഞ്ഞു നിൽക്കുന്ന, കൃപയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ സ്പിരിറ്റാണ് അവനെ നിയന്ത്രിക്കുന്നത്. കൃപയിൽ വളരാൻ ആഗ്രഹമുള്ളവരാണ് എല്ലാവരും ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ സ്പിരിറ്റ് യജമാന സ്ഥാനത്തേക്ക് വരുമ്പോൾ ഓരോ ഗിഫ്റ്റുകളായിട്ട് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ആക്യുറേറ്റ് ആയിട്ട് ആക്റ്റീവായി തുടങ്ങും. നിങ്ങളുടെ അരികിൽ ഒരു വ്യക്തി വന്ന് നിൽക്കുമ്പോൾ തന്നെ അയാളെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഹിസ്റ്ററി ദൈവം നിങ്ങൾക്ക് തരും. അതെന്തുകൊണ്ടാണെന്നറിയാമോ? സോളിൻ്റെ ഒരു പ്രഷർ ഈ സ്പിരിറ്റിലേക്ക് ഉണ്ടാകത്തില്ല. പക്ഷെ നമ്മളെ ഒരു 99.9% ആൾക്കാർക്കും ഗിഫ്റ്റ് വർക്കൗട്ട് ആകാത്തതും അല്ലെങ്കിൽ ഗിഫ്റ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം നമ്മുടെ സ്പിരിറ്റും സോളും തമ്മിലുള്ള ഒരു ഭയങ്കര സമ്മർദ്ദമാണ്, ഒരു ഭയങ്കര മിക്സപ്പായിട്ടുള്ളൊരു പ്രവർത്തനമാണ്. കാരണം
ശുശ്രൂഷിക്കുന്ന സമയം നമ്മൾ ഭയങ്കര കൂളും ഭയങ്കര ഒരു ആത്മീയ നിലവാരത്തിലും, ശുശ്രൂഷ അങ്ങോട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ റിബല്യസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായി മാറും. മഹാകോപവും ദേഷ്യവും ദ്വന്ദ്വപക്ഷവും ചാട്ടവാറടിയും ബഹളവും ഒച്ചപ്പാടും പിണക്കവും അസൂയയും കുറ്റപ്പെടുത്തലും ഏഷണി പറച്ചിലും മാർക്കിടലും അല്ലേ? എങ്ങനെ വർക്കൗട്ടാവും കൃപ എങ്ങനെ വർക്കൗട്ടാവും? അങ്ങനെയാണെങ്കിൽ കർത്താവിന് കൊട്ടക്കണക്കിന് കൃപ നമ്മുടെ മേൽ കൊണ്ട് തട്ടേണ്ടി വരും. കാരണം ബലഹീനതയുടെ അങ്ങ് അയ്യരുകളിയാണ്. ബലഹീനതയിൽ തികഞ്ഞു വരാൻ ദൈവത്തിൻ്റെ കൃപയുണ്ട്. പക്ഷെ നമ്മൾ ബലഹീനത ഫാക്ടറി സ്ഥാപിക്കരുത്. അതിനാണ് നമ്മൾ ഈ 4ാമത്തെ പോയിന്റ് പറഞ്ഞത്, ഐഡന്റിഫൈ അൺപ്രൊഡക്റ്റീവ് കോപ്പിംഗ് സ്ട്രാറ്റജീസ് ആൻഡ് അൺഗോഡ്ലി റെസ്പോൺസസ്. നമ്മുടെ ഹൃദയത്തിനകത്ത് നിങ്ങൾക്കൊരു വ്യക്തിയെ കാണുമ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയോട് ന്യായമായും വെറുപ്പ് കാണിക്കാനും ന്യായമായും പിണങ്ങാനും ന്യായമായും മുഖം തിരിച്ച് നടക്കാനുമുള്ള കാര്യകാരണം നിങ്ങളുടെ ജീവിതത്തിൽ കാണും. പക്ഷേ ആ ന്യായം ലോകപ്രകാര ന്യായം. എന്നാൽ ദൈവികമായി പറയുമ്പോൾ ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പഠിപ്പിച്ച അപ്പൻ്റെ മക്കളാണ് നമ്മൾ. നിങ്ങൾ ആരും പോയി യോഗ്യനെ സ്നേഹിക്കാൻ കർത്താവ് പഠിപ്പിച്ചിട്ടില്ല. ആരും പോയി യോഗ്യനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. ശത്രുക്കളെ സ്നേഹിക്കാനാണ് കർത്താവ് പഠിപ്പിച്ചത്. സി, ദിസ് ഈസ് ദ റെസ്പോൺസ് ഫ്രം ഗാഡ്. ഇത് ഗോഡ്ലി റെസ്പോൺസും ന്യായമായും അവരെന്നെ കണ്ടപ്പോൾ മുഖം കഴിഞ്ഞ പ്രാവശ്യം തിരിച്ചല്ലോ, ഞാൻ 3 വട്ടം അവരുടെ പേര് വിളിച്ചിട്ടും കേൾക്കാത്ത പോലെ അവർ പോയല്ലോ, ഞാൻ പുറത്തിറങ്ങി ചിരിച്ചിട്ടും അവർ ചിരിക്കാതെ അകത്ത് കയറി ഡോറടച്ചല്ലോ, അതുകൊണ്ട് ഞാനും അങ്ങനെ നിൽക്കുമെന്ന് പറയുന്നത് അൺഗോഡ്ലി റെസ്പോൺസ് ആണ്. ക്ലിയർ? അൺഗോഡ്ലി റെസ്പോൺസ് ആണ്. ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ടപ്പോൾ അവർ വണ്ടിയും കൊണ്ട് പോയല്ലോ, ഞാൻ നിൽക്കുന്ന കണ്ടിട്ട് എന്നെ കാണാത്ത പോലെ അവർ പോയല്ലോ, നാളെ ഞാൻ കാർ എടുക്കുമ്പോഴും അവർ റോഡിൽ നിൽക്കുമ്പോൾ ഞാൻ കയറ്റുകയല്ല എന്ന് പറയുന്നത് ലോകത്തിൽ വേറൊരു ആരെയും കേട്ട് കഴിഞ്ഞാൽ ശരിയല്ലേ, നിന്നെ കയറ്റേണ്ടതല്ലേ എന്നിങ്ങോട്ട് പറഞ്ഞു തരും. പക്ഷെ അത് അൺഗോഡ്ലി റെസ്പോൺസ് ആണ്. ഒരു പെൺകുട്ടി റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ കാണാൻ കൊള്ളാമല്ലോ, നീ അറിയാതെ കാണുന്ന അല്ല, സ്വാഭാവികമായിട്ടും കാണുന്നത് ഓക്കെ, പക്ഷെ കാണാൻ വേണ്ടി നീ നോക്കുന്ന നോട്ടം അത് അൺഗോഡ്ലി റെസ്പോൺസ് ആണ്. എല്ലാവരും ഇങ്ങനെ പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ, ഞാൻ പറയും. നിനക്കൊരാളുടെ ചാറ്റിങ്ങിൻ്റെ സ്റ്റൈല് കാണുമ്പോൾ തന്നെ ഇത് വേണ്ടാത്ത വഴിക്കാ വരുന്നതെന്നും എന്നാൽ പിന്നെ ഞാൻ 2 കൂടെ ഇട്ടിച്ചിര മധുരം കൂട്ടിക്കളയാന്ന് പറഞ്ഞ് 3 നീ ഇങ്ങോട്ട് കയ്യിൽ നിന്ന് ഇടുന്നതും അത് ഗോഡ്ലി റെസ്പോൺസ് അല്ല. എത്ര വലിയ സംഭവമാണെങ്കിലും അത് അൺഗോഡ്ലി റെസ്പോൺസ് ആണ്. ആ ചാറ്റിങ്ങിൻ്റെ സ്റ്റൈലും ചൊവ്വയും രുചിയും ഒക്കെ ഏകദേശമൊക്കെ നിനക്ക് മനസ്സിലാകുമ്പോൾ തന്നെ ഓക്കെ ഗുഡ് നൈറ്റ്, എനിക്ക് കുവൈറ്റിലേക്കുള്ള ടിക്കറ്റ് വന്നു എന്ന് പറഞ്ഞ് പോകുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നിന്നെ ആ ചാറ്റ് ചീറ്റ് ചെയ്യും. ഒരു ഫോൺ വിളിച്ചിട്ട് ആദ്യം സിസ്റ്ററെ പിന്നെ മിച്ചറെ വിളിച്ച് പിന്നെ ആ വിളി സമയം കെട്ട സമയത്തൊക്കെ ആകുന്ന സമയത്ത് എൻ്റെ ഫോണിൽ ആര് വിളിച്ചാലും ഞാൻ എടുക്കുമെന്ന് പറയുന്നത് ഗോഡ്ലി റെസ്പോൺസ് അല്ല, അൺഗോഡ്ലി റെസ്പോൺസ് ആണ്. അകത്തുനിന്ന് നോക്ക്, കാണ്, തുറക്ക്, അയക്ക് എന്ന് പറയുന്ന ആ ഒരു ചിന്തയുണ്ടല്ലോ, അൺഗോഡ്ലി റെസ്പോൺസ് ആണ്. അൺഗോഡ്ലി റെസ്പോൺസിന് റെസ്പോണ്ട് ചെയ്യുന്നവന് ഡിമാൻഡ് ഭയങ്കര കൂടുതലാണ്. എവിടെ? അവിടെ. ഒന്ന് ജയിലിലും പിന്നെ മേളിലും. സാത്താൻ്റെ സ്ഥലത്ത്. ഞാൻ ഈ മേളിലെന്ന് ഉദ്ദേശിക്കുന്നത് ഈ ആകാശശക്തി കേട്ടോ. ഭയങ്കര ഡിമാൻഡാണ്. നീ കൃപയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ മോനെ, നീ പലതും വിട്ടൊഴിഞ്ഞേ പറ്റൂ. ഇനി എത്ര ഭയങ്കര സുഖം തരുന്ന കേസാണെങ്കിലും വിട്ടൊഴിഞ്ഞേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. നിന്നിൽ ദൈവത്തിൻ്റെ കൃപ പെരുകണോ? നീ ഒരു മിനിസ്റ്റർ ആയിരിക്കത്തില്ല, നീ ഒരു പ്രവാചകയായിരിക്കത്തില്ല, പ്രവാചകനായിരിക്കത്തില്ല, നിങ്ങളെ ആരും അറിയുന്ന ഒരാളായിരിക്കത്തില്ല. പക്ഷേ നിനക്ക് ദൈവത്തെ നിനക്കും അറിയാമെങ്കിൽ നീ വിട്ടൊഴിഞ്ഞേ പറ്റൂ. ഇല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി വിശുദ്ധ ബൈബിളിൽ വേറൊരു സ്ഥലം വെച്ചിട്ടുണ്ട്, കെടാത്ത തീയും ചാകാത്ത പുഴുകും. ഇനി ആരൊക്കെ കർത്താവ് വരത്തില്ലെന്ന് പറഞ്ഞാലും ആ ടീച്ചിങ് ഞാൻ എൻ്റെ ഈ ബൈബിൾ വായിച്ചെടുത്തോളം കാലം ഞാൻ എടുക്കത്തില്ല കേട്ടോ. സ്തോത്രം. സ്വർഗവും ഇല്ല നരകവും ഇല്ല എന്ന് പറയുന്നവരൊക്കെ വിട്ടോ, ഒരു കുഴപ്പമില്ല.
പക്ഷേ ഈ പുസ്തകം കള്ളം പറയത്തില്ല. പ്രൈസ് ടു ജീസസ്. ഒരു സെക്കൻഡ് കമ്മിങ് ഉണ്ട്, കർത്താവിൻ്റെ ഒരു രണ്ടാം വരവുണ്ട്. അതിന് മുമ്പേ നമ്മൾ ഒരുങ്ങിയേ പറ്റൂ. ഓക്കെ, ഞാനത് അവിടെ അങ്ങ് ലീവ് ചെയ്യാണ്. സോ ഈ രണ്ട് കാര്യം അകത്തുനിന്ന് വന്നാൽ, ഒരു വ്യക്തിയെ അടുത്ത് വരുമ്പോൾ പ്രാർത്ഥിക്കണോ എന്നുള്ള ഒരു ചിന്തയും, ഒരു ചേച്ചി വിളിക്കുന്ന സമയത്ത് എടുത്ത് ഇച്ചിരി നേരം ചേച്ചിയെ ഒന്ന് സന്തോഷിപ്പിക്കണോ എന്നുള്ള ചിന്തയും, ഇത് രണ്ടും വരുന്നത് ഒരിടത്തു നിന്നാണെങ്കിൽ അങ്ങനെ ഒരു വൃക്ഷം ഇല്ലേ ഇല്ല. ഒരു ചേട്ടനെ എനിക്ക് വിഷമിപ്പിക്കാൻ വയ്യ, ഞാനായിട്ട് എങ്ങനെ ഒരാളെ വിഷമിപ്പിക്കുമെന്നാൽ പിന്നെ പുള്ളിയെ ഇച്ചിരി സംസാരിച്ചേക്കാം, പുള്ളിയുടെ വേദനയ്ക്കൊരാശ്വാസം പകർന്നേക്കാമെന്ന് പറഞ്ഞ് വീട്ടിലുള്ള കാര്യത്തെക്കാളും വീട്ടിലുള്ളവരെക്കാളും വലിയ സ്ഥാനം കൊടുത്ത് സ്നേഹിക്കുന്നു എങ്കിൽ അത് ചേച്ചിയുടെ വലിയ മനസ്സൊന്നും കൊണ്ടല്ല, അതൊരു അൺഗോഡ്ലി റെസ്പോൺസാണ്. പ്രൈസ് ടു ജീസസ്. ചേട്ടനെ സമാധാനപ്പെടുത്താനും ചേട്ടനെ സന്തോഷിപ്പിക്കാനുള്ള ആൾക്കാർ ദൈവം ആ ചേട്ടന് കൊടുത്തോളൂ. നമ്മൾ ഒരുപാട് അങ്ങോട്ട് ചാരിറ്റി ചെയ്യാൻ പോകണ്ട. നിന്നെ വിളിച്ച വിളി എന്നാന്ന് നീ ഓർക്കണം. സ്തോത്രം. സിസ്റ്റർ ആയിരിക്കണം, മിക്സ്ചർ ആവരുത്. ബ്രദർ ആയിരിക്കണം, അപ്പനായിരിക്കണം, അമ്മയായിരിക്കണം, പാസ്റ്റർ ആയിരിക്കണം, സഹോദരങ്ങളായിരിക്കണം. ഞാൻ ഈ പറയുന്നത് പൈശാചിക ശക്തികൾക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. പ്രാർത്ഥിച്ചേ, ടങ്സി പ്രാർത്ഥിച്ചേ, അന്യഭാഷയെ പ്രാർത്ഥിച്ചേ. പറഞ്ഞ ദൈവത്തിൽ, കർത്താവേ, അങ്ങനെ എന്തെങ്കിലും എൻ്റെ ഉള്ളിൽ ഇതുവരെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് ക്ഷമിച്ചു തരണം. പറഞ്ഞേ. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ കൃപ ചോർത്തിക്കളയുന്ന കാര്യങ്ങളാണ് അതൊക്കെ. നിന്റെ കൃപ ചോർത്തിക്കളയുന്ന കാര്യങ്ങളാണ്. നീ ആത്മീയനായിട്ടിരിക്കുമ്പോൾ തന്നെ കളിവാക്കും പൊട്ടച്ചൊല്ലും ചുമ്മാ വളിച്ച കോമഡി അടിച്ച് 10 പേരെ ചിരിപ്പിക്കാനുള്ള നമ്മുടെ ഈ വല്ലാത്ത തൊന്തരവും ഒക്കെ അൺഗോഡ്ലി റെസ്പോൺസാണ്. അങ്ങനെയുള്ളവർക്ക് കൂട്ടുകാർ കുറവായിരിക്കും. ചുമ്മാ പന്ന കോമഡി പറയാൻ പോകാത്തവർക്കും വളിച്ച കോമഡി അടിച്ചിട്ട് ചിരിക്കുന്നവരുടെ കൂടെ ചിരിക്കാത്തവർക്കൊക്കെ കൂട്ടുകാർ കുറവായിരിക്കും. പക്ഷെ നിനക്ക് ദൈവം കാണും, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കാണും, ദൈവത്തിൻ്റെ കൃപ കാണും. നീ കണ്ണടച്ചാൽ ദൈവം ഒന്നും മറക്കത്തില്ലെന്നേ, ദൈവം നിനക്ക് തുറക്കും. പക്ഷെ കൂട്ടുകാർ കുറവായിരിക്കും, ആത്മീയരും കുറവായിരിക്കും. അതും പറഞ്ഞുതരാം, ആത്മീയരും കുറവായിരിക്കും. അങ്ങനെയുള്ളവർക്ക് കുഴപ്പമില്ല, ദൈവം കൂടെ ഉണ്ടോ, നീ ഒറ്റയല്ല. സ്ഥിരത വിട്ടുപോവല്ലേ, അങ്ങനെയുള്ളവർക്ക് വ്യൂവേഴ്സും കുറവായിരിക്കും. സ്തോത്രം. ഐ ഡോണ്ട് മൈൻഡ്. ഇതകത്ത് മരുന്നിറക്കിയിട്ട് പൊട്ടിക്കുന്നൊരു ടൈപ്പ് കേട്ടോ ഇന്നത്തെ ഈ മെസ്സേജ്. അകത്ത് മരുന്ന് ഇങ്ങനെ ഇടിച്ചിറക്കിയിട്ട് വെളിയിൽ കൊണ്ടുവച്ച് പൊട്ടി പാറ പൊട്ടിക്കുന്ന കണ്ടിട്ടുണ്ടോ? അത് തന്നെ. നമ്മൾ ഉപവാസം ഇരിക്കാഞ്ഞിട്ടല്ല കൃപ ശരിക്കും അങ്ങോട്ട് പെരുകാത്തതും വർക്കൗട്ട് ആകാത്തതും. ഇങ്ങനെയുള്ള കുറേ സാധനം നമ്മുടെ അകത്ത് മാറാല പോലെ കിടക്കും. നമുക്ക് നമ്മുടെ സ്പിരിറ്റും നമ്മുടെ ദേഹിയുടെ ഇഷ്ടവും കൂടെ ഒരുമിച്ച് കൊണ്ടുപോയി അങ്ങനെ അങ്ങ് യേശുവിനെ പരുവപ്പെടുത്തി പേസ്റ്റ് ആക്കാൻ നമുക്ക് പറ്റത്തില്ല. അങ്ങനെ പറ്റത്തില്ല. ഒന്നുകിൽ നീ ശീതവാൻ, അല്ലെങ്കിൽ നീ ഉഷ്ണവാൻ. ഇതിലെ നീ ശീതവാനായാലും നിനക്ക് നല്ലതാ, നീ ഉഷ്ണവാനായാലും നല്ലതാ. ഏറ്റവും നല്ലത് ശീതോഷ്ണവാനാകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നീ നിരീശ്വരവാദി ആയാൽ പോലും കുഴപ്പമില്ല, കുഴപ്പമില്ല, കർത്താവ് കരുണ കാണിച്ചോളും. പക്ഷേ നീ ഈശ്വരവാദിയായിരുന്നിട്ട് അതിനകത്തൂടെ വേറെ പണി കാണിക്കുന്നതാണ് ഏറ്റവും വലിയ പാപം. ഞാനൊരു പാപവും ചെയ്തിട്ടില്ല എന്ന് പറയുന്നവർക്ക് ന്യായമായി ദൈവത്തിന് പറയാനുള്ള കാര്യങ്ങൾ കാണും, ന്യായമായി ദൈവത്തിന് വെളിപ്പെടുത്താനുള്ള കാര്യങ്ങൾ കാണും.
അപ്പൊ സ്ഥിരത വിട്ട് പോകരുത് എന്ന് നമുക്ക് പത്രോസ് മുന്നറിയിപ്പ് നൽകുന്നു. ഒരു ക്രൈസ്റ്റ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. അതാണ് നമ്മൾ ഒന്നാമത്തെ വാക്യത്തിൽ പറഞ്ഞത്, ലുക്ക് ടു ക്രൈസ്റ്റ്. യേശുവിനെ നോക്കുക, യേശുവിനെ നോക്കുക. കർത്താവ് എവിടെയെങ്കിലും ചക്കര അടിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. കർത്താവ് ശമരിയക്കാരി സ്ത്രീയോട് കുറച്ച് സമയം സംസാരിച്ചു. ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? കർത്താവ് ശമരിയക്കാരി സ്ത്രീയോട് സംസാരിച്ചപ്പോഴുള്ള ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? കണ്ടവർ പലതൊക്കെ ചിന്തിച്ചു, ചേട്ടാ കൊള്ളാലോ ഇവൻ ചെറുപ്പക്കാരൻ, ഇവനെന്താ ഇവളുമായിട്ട് കാര്യം. കാരണം പതിവില്ലല്ലോ, യഹൂദൻ ശമരിയക്കാരിയുമായിട്ട് സംസാരിക്കുന്ന പതിവില്ലല്ലോ. അങ്ങനെ ഒരു സമ്പ്രദായം തന്നെ ഇല്ല, അങ്ങനെ ഒരു കാര്യം ചിന്തിക്കാൻ പോയി. അപ്പൊ ശിഷ്യന്മാർ ചിന്തിച്ചു, ഇതെന്താ പറ്റിയേ? അവിടെ വന്ന കർത്താവിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? ഇത് സ്ത്രീയും പുരുഷനും ഒരുപോലെ എടുക്കണം, ഈ മെസ്സേജും കർത്താവിൻ്റെ ആറ്റിറ്റ്യൂഡും. എന്തായിരുന്നു ആറ്റിറ്റ്യൂഡ്? എന്തിന് ആ പട്ടണത്തിൽ താൻ വന്നു? നമ്പർ 2, എന്തിന് എൻ്റെ മുമ്പിൽ ഇവളെ പിതാവ് കാണിച്ചു തന്നു? നമ്പർ 2, ഞാൻ 4ാമത്തെ പോയിന്റാണ് ഇപ്പോൾ പറഞ്ഞത് കേട്ടോ. 4ാമത്തെ എന്താ? ഗോഡ്ലി റെസ്പോൺസ്. അകത്തുനിന്ന് ഒരു സെൽഫ് അവയർനെസ്, ഈ സെൽഫ് അവയർനെസ്സിൻ്റെ കൂടെ ഒരു സെൽഫ് എക്സാമിനേഷൻ നടത്തി. എന്തിന്? വൈ, വാട്ട്? ഞാൻ എന്തിന് ഇവളോട് സംസാരിക്കണം? ഞാൻ എന്തുകൊണ്ട് ഈ സമയം ഇവിടെ വന്നു? എന്തുകൊണ്ട് ഇവളെ എൻ്റെ മുമ്പിൽ കാണിച്ചു തന്നു? 3 കാര്യം കർത്താവ് അവിടെ ഐഡന്റിഫൈ ചെയ്തു. ഗോഡ്ലി റെസ്പോൺസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്തു. അല്ലെങ്കിൽ കർത്താവ് ഒഴിഞ്ഞു പോകും. കർത്താവ് ആർക്കും ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കേണ്ട എന്ന് പറഞ്ഞ് മാറിയിരിക്കണമെന്ന് ആഗ്രഹിച്ച് കർത്താവ് മലയിലേക്ക് പോയല്ലോ. അവിടെയും ജനം തേടിപ്പിടിച്ചു ചെന്നു, അവരെ കർത്താവ് കൈവിട്ടില്ല. ഗോഡ്ലി റെസ്പോൺസും അൺഗോഡ്ലി റെസ്പോൺസും ഒരാത്മീയൻ അറിയാത്തിടത്തോളം കാലം ആ ആന്റിക്ക് പറ്റിയത് നമുക്കും പറ്റും. ഹവ്വ എന്താണ് അകത്തുനിന്ന് ഗോഡ്ലി റെസ്പോൺസ് ആണോ അൺഗോഡ്ലി റെസ്പോൺസ് ആണോ? ഗുഡ് സ്പിരിറ്റ് ആണോ ബാഡ് സ്പിരിറ്റ് ആണോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് പഴം പറിച്ചതും തിന്നതും ചേട്ടന് കൊടുത്തതും. ഹല്ലേലൂയ. ചേച്ചി നന്നായാലേ ചേട്ടൻ നന്നാവൂ, ചേട്ടനും കൂടെ വിചാരിച്ചാലേ ചേച്ചി നന്നാവുള്ളൂ. പ്രൈസ് ടു ജീസസ്. ആമേൻ. അത് കർത്താവ് അറിഞ്ഞതുകൊണ്ട് അവിടെ ഇരുന്നത്. കർത്താവിൻ്റെ ദാഹം വെള്ളം കുടിക്കാനല്ല, കർത്താവിൻ്റെ ദാഹം അവളുടെ സ്പിരിറ്റിനോടായിരുന്നു. എന്തിന് പിതാവ് ആ പട്ടണത്തിൽ കൊണ്ടുവന്നു എന്നും എന്തിന്, വൈ ആൻഡ് വാട്ട്, എന്തുകൊണ്ട് ഇങ്ങനൊരു ഇൻസിഡന്റ് ഇപ്പോൾ സംഭവിച്ചു എന്നും തൻ്റെ പ്രവാചക ദൗത്യം അവിടെ നിറവേറ്റാനാണെന്നും യേശു തിരിച്ചറിഞ്ഞു. അല്ല, ഞാൻ വലിയ പ്രോഫറ്റ് ആണെന്ന് തിരിച്ചറിയാനാണോ കർത്താവ് ഹിസ്റ്ററി ഫുൾ പ്രവചിച്ചേ? എനിക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷ പ്രവാചക ശുശ്രൂഷയാണെന്ന് പറഞ്ഞ് ഒരു 10 ഷോട്ടും എടുത്ത് എയർ ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അല്ല. എൻ്റെ പ്രവാചക ദൗത്യം നിറവേറ്റാനാണ് ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നത്. നിങ്ങളിപ്പോൾ എവിടെ നിന്നാണ് ഈ സന്ദേശം കേൾക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ എവിടെ നിന്നാണെങ്കിലും ഒരു ദൗത്യം നിറവേറ്റാനാണ് നിങ്ങളോട് ദൈവം ഇന്ന് ആജ്ഞാപിക്കുന്നതും ദൈവം നിങ്ങളോട് സംസാരിക്കുന്നതും. നിങ്ങളൊരു ദൗത്യമില്ലാത്ത വ്യക്തിയല്ല, നിങ്ങൾ ഒരു ചൂസൺ പേഴ്സൺ അല്ലാതെയുമല്ല. നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തതുകൊണ്ടും നിങ്ങളെ ദൈവം കണ്ടതുകൊണ്ടും സ്ഥിരത വിട്ട് പലവട്ടം പോകാമായിരുന്നിട്ടും പിന്നെയും ദൈവം നിങ്ങളെ ഈ ട്രാക്കിൽ കൊണ്ടുവന്നതും നിങ്ങൾ ദൈവത്തിന് വാല്യുബിൾ ആയതുകൊണ്ടാണ്. നിങ്ങളൊരു ശുശ്രൂഷകനായിരിക്കാം, അല്ലായിരിക്കാം. നിങ്ങൾ ഒരു മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തി ആയിരിക്കാം, അല്ലായിരിക്കാം. എന്താണെങ്കിലും അല്ലെങ്കിലും നിനക്ക് ദൈവത്തെയും ദൈവത്തിന് നിന്നെ അറിയാം. ഈ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കെ ഈ സത്യത്തിന് വില കൂടുതലാണ്. ഞാൻ ഈ പറയുന്ന ആലോചനയ്ക്ക് വ്യക്തത വളരെ വലുതാണ്. ഈ ആലോചന ന്യായം വിധിക്കുന്നൊരു കാലം വരും. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തെ, ദൈവത്തിൻ്റെ പർപ്പസ് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നത്. ദൈവത്താൽ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട കുടുംബമായതുകൊണ്ടും വ്യക്തി ആയതുകൊണ്ടുമാണ് നിങ്ങൾ ഈ ദൗത്യം കേൾക്കുന്നത്. നിങ്ങൾക്കുള്ള കൃപ, നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന കൃപയ്ക്കകത്ത് അതൊരു ഫുൾ പാക്കേജാണ്. ഇനി പുതിയൊരു പാക്കേജ് ഉണ്ടാക്കാനില്ല. ബൈബിളിനകത്ത് കൃപയ്ക്കകത്തൊരു ഫുൾ പാക്കേജ് തന്നെയുണ്ട്. ദൈവത്തിൻ്റെ കൃപ പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല. പാപം ചെയ്യുന്നവർക്ക് പാപം ചെയ്തു പോയവർക്ക് ലഭിക്കുന്നതാണ് ദൈവത്തിൻ്റെ കൃപ. എന്നാൽ പോലും
പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല. അധർമ്മവും അനീതിയും ചെയ്യാനുള്ള ലൈസൻസ് അല്ല ദൈവത്തിൻ്റെ കൃപ. ദൈവത്തിൻ്റെ കൃപ പാപിയായവർക്ക് ലഭിക്കുന്നതും ശേഷം ആ കൃപയുടെ അവസ്ഥയിൽ തുടരുന്നതുമാകുന്നു. തുടരാനുള്ള ഒരു ഗൈഡൻസും ഒരു നിർദ്ദേശവും ആകുന്നു ദൈവത്തിൻ്റെ കൃപ. പാപിയായ ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനെ പാപത്തിൽ തള്ളിയിടുന്ന, അധർമ്മത്തിൽ തള്ളിയിടുന്ന, അനുസരണക്കേടിലേക്ക് കൊണ്ടുപോകുന്ന, അവൻ്റെ ജഡത്തിൻ്റെ ചിന്തകളിലേക്ക്, പ്രവൃത്തിയിലേക്ക്, കോപം, ദേഷ്യം, അസൂയ, കുറ്റപ്പെടുത്തൽ ഇത്യാദി ചിന്തകൾ ഉൾപ്പെടെയുള്ള ജഡത്തിൻ്റെ പ്രവൃത്തികളിൽ നിന്ന് അവനെ സേവ് ചെയ്യുന്നതും അതിലേക്ക് അവനെ നിർബന്ധിക്കുന്ന സ്പിരിറ്റിനെ ബന്ധിക്കാനുള്ള അധികാരത്തോടുകൂടെ നൽകുന്നതുമാകുന്നു ദൈവത്തിൻ്റെ കൃപ. അതിനാൽ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, ഈ കൃപ നിങ്ങൾക്ക് ഇനി ലഭിക്കാനില്ല, ഓൾറെഡി നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിശ്ചയമായിട്ടും ഒരു വലിയ അളവിൽ നിങ്ങൾക്ക് ആ കൃപയുടെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും. ഒരു ദൗത്യത്തിനാണ് ദൈവം നിന്നെ വിളിച്ചത്. ഒന്നിലധികം ദൗത്യത്തിനാണ് ദൈവം നിന്നെ വിളിച്ചത്. നിന്നെ ആ ഫാമിലിയിലാക്കി വെച്ചിരിക്കുന്നത്, നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ആ ഒരു സർക്കംസ്റ്റാൻസസ്, ആ സാഹചര്യത്തിനകത്ത് ദൈവം നിങ്ങളാക്കി വെച്ചിരിക്കുന്നത് ചില ലെസൺസ് പഠിപ്പിക്കാനാണ്. 4 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞു, 5ാമത്തെ കാര്യം പിന്നെ പറഞ്ഞു. 4 കാര്യങ്ങൾ ഒന്നും കൂടെ ഞാൻ ഉറപ്പിക്കട്ടെ, എന്നിട്ട് എൻ്റെ മെസ്സേജ് ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. 4 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. 1, കൃപയിൽ ഒരു വ്യക്തിക്ക് വളരണമെങ്കിൽ ലുക്ക് ടു ക്രൈസ്റ്റ്. യേശുവിനെ നോക്കുക, യേശുവിനെ പോലെ ആകാനുള്ളൊരു മനോഭാവം ഉണ്ടായിരിക്കുക. നമ്പർ 2, ലുക്ക് ഫോർ എവിഡൻസ് ഓഫ് ദ സ്പിരിറ്റ് വർക്ക് ഇൻ യുവർ ലൈഫ്. ആത്മപ്രവർത്തികളെ നിങ്ങൾ പരിശോധിക്കുക. തീർച്ചയായിട്ടും നിങ്ങളെക്കൊണ്ട് ദൈവം ഒരു പ്രവൃത്തി ചെയ്യിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളൊരു വ്യക്തിയോട് സുവിശേഷം പറഞ്ഞിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഇത് തെറ്റല്ലേ, അത് ശരിയല്ലേ, ഇത് പാപമല്ലേ, ഇത് ദൈവീകമല്ലേ എന്നൊക്കെ നമുക്കങ്ങനെ തോന്നിയിട്ടുണ്ടാകും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വ്യക്തി സൗഖ്യമായിട്ടുണ്ടാകും. സ്പിരിറ്റിൻ്റെ വർക്കിംഗ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ എന്ന് നിങ്ങൾ നിശ്ചയമായിട്ടും പരിശോധിക്കുക. അതിനുള്ള എവിഡൻസ് എന്തായാലും ഉണ്ടായിരിക്കും. ആ എവിഡൻസ് നിങ്ങൾ കളക്ട് ചെയ്യുക. നമ്പർ 3, റൈറ്റ്ലി പേ അറ്റൻഷൻ ടു യുവർ സർക്കംസ്റ്റാൻസസ്. നിങ്ങളുടെ സാഹചര്യങ്ങളെ നിങ്ങൾ നിരീക്ഷിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങളും പ്രതികൂലമായ സാഹചര്യങ്ങളും നിങ്ങളുടെ ക്രിസ്ത്യൻ ലൈഫിൽ ഉണ്ടാകും. പ്രതികൂലങ്ങൾ നിന്നെ വളർത്താനാണ്, അനുകൂലം നിൻ്റെ കൂടെ ദൈവം ഉണ്ടെന്നറിയാനാണ്. പ്രതികൂലം നിന്നെ വളർത്താനാണ്, അനുകൂല സാഹചര്യം നിന്നോടുകൂടെ ദൈവം ഉണ്ട് എന്ന് മനസ്സിലാക്കാനും ഈ പ്രതികൂലത്തെ നിനക്ക് ദൈവത്തിൻ്റെ കൃപയുള്ളത് കൊണ്ട് അനുകൂലമാക്കി തരികയും ചെയ്യുമ്പോൾ നിനക്ക് മനസ്സിലാകും ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം, ഈ ദൈവത്തിൻ്റെ കൃപയിലാണ് ഞാൻ ജീവിക്കുന്നത്. നമ്പർ 4, അതാണ് നമ്മൾ കൂടുതൽ സമയമെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തത്. ഐഡൻറ്റിഫൈ അൺപ്രൊഡക്റ്റീവ് കോപ്പിംഗ് സ്ട്രാറ്റജീസ് ആൻഡ് അൺഗോഡ്ലി റെസ്പോൺസസ്. ദൈവികമാകുന്ന റെസ്പോൺസും അൺഗോഡ്ലി റെസ്പോൺസും നമ്മൾ തിരിച്ചറിയുക. ആത്മീയ വരങ്ങൾ, ആത്മാവിൻ്റെ വരങ്ങൾ നമ്മിൽ പൂർണ്ണമാകുന്ന ശക്തിയോടുകൂടെ വർക്ക് ചെയ്യുന്നത് നാം സ്പിരിറ്റിന് ജീവിതത്തിൽ കൂടുതൽ സ്ഥാനം കൊടുക്കുമ്പോഴാണ്. നമ്മുടെ സോളിലൂടെ, നമ്മുടെ സോൾ വളരെ വളരെ പ്രധാനപ്പെട്ട പാർട്ടാണ് നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിൽ. സോളും സ്പിരിറ്റ് പോലെ സോൾ പ്യുവർ ആകുമ്പോഴാണ് ശരിക്കും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ആഴത്തിൽ സംഭവിക്കുക. നമുക്ക് മിനിസ്ട്രിക്കകത്ത് കേവലം ആത്മാവിൻ്റെ സപ്പോർട്ട് മാത്രം പോരാ, നമ്മുടെ സോളിൻ്റെ സപ്പോർട്ടും കൂടെ വേണം. നമ്മൾ സോളിലാണ് ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, സ്പിരിറ്റിലാണ് നമ്മൾ അതിനെ ഡിക്ലെയർ ചെയ്യുന്നത്. സോളിലാണ് നമുക്ക് ഈ കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെ നിങ്ങളത് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്കത് മനസ്സിലാവും. നമുക്ക് സോളിനെ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റത്തില്ല. ബൈബിൾ തള്ളിക്കളയുന്നുമില്ല. ശരീരം തള്ളിക്കളയാൻ പറ്റത്തില്ല. ബൈബിൾ തള്ളിക്കളയുന്നില്ല. നമ്മുടെ സോളും സ്പിരിറ്റും പ്രഷ്യസ് ആണ്. പക്ഷെ നമ്മുടെ സോളിനകത്താണ് ഒരുപാട് ഗാർബേജസ് വന്ന് നിറഞ്ഞേക്കുന്നത്, ഒരുപാട് കാര്യം. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളിങ്ങനെ നമ്മുടെ പ്രാർത്ഥനകൾ പോലും സോളിഷാണ്. പലർക്കും സോളിഷ് പ്രേയേഴ്സാണ്. അതിനകത്തു പോലും ഒരു പുരോഗതി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ സോളിലേക്ക് വ്യാപരിച്ചു തുടങ്ങണം. നമ്മുടെ സ്പിരിറ്റിൽ നിന്ന് സോളിലേക്ക് ഒരു ട്രാൻസാക്ഷൻ നടക്കണം. വലിയ കാര്യങ്ങളാണ് പറയുന്നത്, സമയം കഴിഞ്ഞൂടെ. സ്പിരിറ്റിൽ നിന്ന് സോളിലേക്ക്, പ്രാണനിലേക്ക് ഒരു ട്രാൻസാക്ഷൻ നടക്കണം. എന്നിട്ട് ഇവർ സോളും സ്പിരിറ്റും കൂടെ ഐകമത്യപ്പെട്ടു വേണം ഒരു കൃപയിൽ ഒരു വ്യക്തി ജീവിക്കാൻ. സോളാണ് വികാരങ്ങളെ ഉൾക്കൊള്ളുന്ന സ്ഥലങ്ങൾ. എന്നാൽ ഒരു വികാരവും നിന്റെ സ്പിരിച്വൽ ആക്സിലറേഷനെ ബാധിക്കരുത്. അത്
നമ്മൾ ബോധപൂർവം മനസ്സിലാക്കി, അതാണ് ആ സർക്കംസ്റ്റാൻസസ് മനസ്സിലാക്കുക എന്ന് പറയുന്നത്. ബോധപൂർവം മനസ്സിലാക്കി, ഒരു സെൽഫ് എക്സാമിനേഷൻ മനസ്സിലാക്കി, ഈ വികാരം എന്നെ സ്പിരിച്വലി ഡൗൺ ആക്കാനാണ്, ഈ ചിന്ത എന്നെ സ്പിരിച്വലി ഡൗൺ ആക്കാനാണ്, ഈ തോന്നൽ എന്നെ സ്പിരിച്വലി ഡൗൺ ആക്കാനാണ്, ഇപ്പം വന്നേക്കുന്ന ഈ ഒരു സാധനം എന്നെ സ്പിരിച്വലി ഡൗൺ ആക്കാനാണ്. സോ ഞാൻ അതിൽ വീഴാനുള്ളതല്ല. ഇതൊരു അൺഗോഡ്ലി കോപ്പിംഗ് സ്ട്രാറ്റജിയാണ്, ഇത് അൺപ്രൊഡക്റ്റീവ് കോപ്പിംഗ് സ്ട്രാറ്റജിയാണ്. ഞാൻ ഇതിനെ ജയിക്കേണ്ടിയിരിക്കുന്നു. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഈ ഇമോഷനെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. ബസ്. ഇങ്ങനെ നിങ്ങൾ അതിനെ എതിർത്ത് നിൽക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ പറയുന്നത് പോലെ സാത്താൻ്റെ തന്ത്രങ്ങളോട് നിങ്ങൾക്ക് എതിർത്ത് നിൽക്കുവാൻ കഴിയും. 1 കൊരിന്ത്യർ ചാപ്റ്റർ 1 കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം നോക്കുമ്പോൾ, നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്നു. നിങ്ങൾ ഏതവസ്ഥയിലാണെന്ന് എന്നെ കാണുന്നത്? ഞാൻ നിങ്ങൾക്ക് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉറപ്പ് തരുന്നു, നിന്നെ ദൈവം വെറുക്കുന്നില്ല. നിന്റെ കോളിങ്ങിനെ ഒന്നും ദൈവം എടുത്തു മാറ്റാൻ പോകുന്നില്ല. നിങ്ങളെയും കൊണ്ട് ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം അപ്പുറത്തെ വീട്ടിലെ ചേട്ടനെ കൊണ്ട് ദൈവം ചെയ്യിക്കാൻ പോകുന്നില്ല. നിന്നെ കൊണ്ട് തന്നെ ചെയ്യിക്കും. നിന്റെ ഫാമിലിയെ അനുഗ്രഹിക്കാനുള്ള അനുഗ്രഹം വേറൊരു ഫാമിലിയിലേക്ക് പോകത്തില്ല, നിങ്ങളുടെ ഫാമിലിയെ തന്നെ അനുഗ്രഹിക്കും. കാരണം എൻ്റെ യേശു കർത്താവ് മരിച്ച് കല്ലറയിലിരിക്കുന്നില്ല, അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. വചനം പറയുന്നു, നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു. ഞാൻ എന്തെങ്കിലും ഒരു വേണ്ടാധീനം കാണിച്ച ഈ യേശുവിനെയും കൂടെ വെച്ചോണ്ടാണ് കാണിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ക്രിസ്തു എന്നിലായിരിക്കുന്നത്, യേശു ക്രിസ്തു എന്നിലായിരിക്കുന്നത്, എൻ്റെ ഹൃദയത്തിൽ യേശു വസിക്കുന്നത്. ഞാനൊരു ചീത്ത പറഞ്ഞാലും, ഞാനൊരു ചീത്ത കണ്ടാലും, ഞാനൊരു ചീത്ത കൂട്ടുകെട്ടിൽ ഏർപ്പെട്ടാലും, ഞാൻ മദ്യപിച്ചാലും പുകവലിച്ചാലും, ഞാനൊരു സ്ത്രീ വിഷയത്തിനകത്ത് ഏർപ്പെട്ടാലും പുരുഷ വിഷയത്തിനകത്ത് ഏർപ്പെട്ടാലും, ഞാനൊരു നന്മ ചെയ്താലും ഞാനൊരു തിന്മ ചെയ്താലും, ഞാൻ ഈ യേശുവിനെ വെച്ചോണ്ടാണ് ചെയ്യുന്നത്. അതാ ബൈബിൾ പറയുന്നത്, വീണ്ടും വീണ്ടും നീ അവനെ ക്രൂശിക്കുന്നവനാകരുത്. ഞാനൊരു തെറ്റെൻ്റെ വായ് കൊണ്ട് ചെയ്താൽ യേശുവിനെ വെച്ചോണ്ടാണ് അത് ചെയ്യുന്നത്. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു എന്നാണ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു അയൽക്കാരനോട് പിണങ്ങിയാൽ കർത്താവിനെ വെച്ചോണ്ടാണ് പിണങ്ങുന്നേ. ഞാനൊരു അയൽക്കാരനെ സ്നേഹിച്ചാൽ കർത്താവിനെ വെച്ചോണ്ടാണ്. എൻ്റെ യേശു അധികം സന്തോഷിക്കുന്നു. അതിൻ്റെ ഗിഫ്റ്റ്, അതിൻ്റെ ബ്ലെസ്സിങ് നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. യാക്കോബിൻ്റെ ലേഖനത്തിലേക്ക് ഒന്ന് വന്ന് അതോടെ വായിച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ പോവുക. യാക്കോബിൻ്റെ ലേഖനം നമുക്ക് വചനത്തിലുണ്ടോ എന്ന് അറിയണമല്ലോ. യാക്കോബിൻ്റെ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 10 മുതൽ 12 വരെയുള്ള വാക്യം. ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. കേൾക്കുന്നു നിങ്ങൾ? ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദരന്മാരെ, ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല. യാക്കോബ് പറഞ്ഞു, നിങ്ങൾ കേട്ടോ, ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. ഒത്തിരി പേരുണ്ട് അങ്ങനെ. ഉറവിൻ്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പുള്ള വെള്ളവും പുറപ്പെട്ടു വരുമോ? യാക്കോബിൻ്റെ ചോദ്യം അവിടെ ഒരു ചോദ്യചിഹ്നം ഇട്ടേക്കുക. എൻ്റെ ചോദ്യം ഇതാണ്, മാമോനെ ദൈവത്തെ ഒരുമിച്ച് സേവിക്കാൻ പറ്റുമോ? ദൈവത്തെയും സാത്താനെയും ഒരുമിച്ച് ദൈവമായിട്ട് കാണാൻ പറ്റുമോ? പിന്നെ നമ്മൾ എന്താ ഇത്രയും വചനങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടും പലപ്പോഴും നമ്മൾ ഇതിൻ്റെയൊക്കെ എതിരായിട്ട് പ്രവർത്തിച്ചു പോകുന്നേ? അപ്പോൾ നമുക്കൊരു സെൽഫ് ഇവാലുവേഷൻ്റെ അല്ലെങ്കിൽ ഒരു സെൽഫ് എക്സാമിനേഷൻ്റെ ആവശ്യമുണ്ട്. കാരണം എന്നെ ദൈവത്തിൻ്റെ കൃപയിൽ നിറച്ചിരിക്കുന്നു, ഞാൻ ക്രിസ്തുവിൽ വസിക്കുന്നു, ഞാൻ യേശുവിൻ്റെ വകയായിരിക്കുന്നു. എൻ്റെ വായ് ഉന്നതമാകുന്ന കാര്യങ്ങൾ പ്രസ്താവിക്കണമെങ്കിൽ ഈ വായ് ശുദ്ധമായിരിക്കണം. എൻ്റെ കണ്ണ് ഉയരത്തിലെ കാര്യങ്ങൾ കാണണമെങ്കിൽ ഈ കണ്ണ് ശുദ്ധമായിരിക്കണം. എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയണമെങ്കിൽ എൻ്റെ ഹൃദയം വിശുദ്ധമായിരിക്കണം. ആമേൻ.
കണ്ണീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. നല്ലത് വിതച്ചാൽ നല്ലത് കൊയ്യും. ആകാത്ത ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷവും ഇല്ല, നല്ല ഫലം കായ്ക്കുന്ന ആകാത്ത വൃക്ഷവും ഇല്ല. ബൈബിൾ അത് പറയുന്നു. യാക്കോബ് ചോദിക്കുകയാണ്, സഹോദരന്മാരെ, അത്തിവൃക്ഷം ഒലിവ് പഴവും മുന്തിരിവള്ളി അത്തിപ്പഴവും കായ്ക്കുമോ? ഉപ്പുറവിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയുമില്ല. നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവനാർ, അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ നല്ല പ്രവൃത്തികളെ കാണിക്കട്ടെ. യാക്കോബ് എത്ര ശക്തമായിട്ടാണ് ഈ വാക്ക് എഴുതി വെച്ചേക്കുന്നത്. ഒരാത്മീയൻ എങ്ങനെ ആയിരിക്കണം, ഒരു ശുശ്രൂഷകൻ എങ്ങനെ ആയിരിക്കണം, ഒരു ദൈവ പൈതൽ എങ്ങനെ ആയിരിക്കണമെന്ന് അവർക്ക് ഡബിൾ ഫേസ് പാടില്ല. അവർക്ക് രണ്ട് മുഖം പാടില്ല, രണ്ട് തീരുമാനം പാടില്ല, രണ്ട് ഹൃദയം പാടില്ല, രണ്ട് സ്വഭാവം പാടില്ല. ഉപ്പുറവിൽ നിന്ന് മധുരമുള്ള വെള്ളവും കയ്പുള്ള വെള്ളവും ഒന്നും പുറപ്പെടാൻ പോണില്ല. സ്തോത്രം പറയുന്ന വായിൽ ശാപം പുറപ്പെടാൻ പാടില്ല. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ കൃപ പെരുകണമെങ്കിൽ, ഞാൻ ഈ കാര്യങ്ങൾക്കകത്തെല്ലാം കൃപയിൽ നിൽക്കണമെങ്കിൽ, കൃപയിൽ വളരണമെങ്കിൽ, ഒരു വാക്കൂടെ പറഞ്ഞ് നിർത്തുക, കൃപയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, കൃപയിൽ വളരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ മേഖലയിൽ അസാധാരണ ജയം അവൻ കൈക്കൊള്ളും. ഈ മേഖലയിൽ അസാധാരണ ജയം അവൻ കൈക്കൊള്ളും. എല്ലാ കണ്ണുകളും കർത്തൃസന്നിധിയിൽ അടച്ചാട്ട റുഫാ മഹൂഷ സീരിയ. നമ്മൾ കർത്താവിനോടൊരു ബലം ചോദിക്കുക, ഒരു ശക്തി ചോദിക്കാൻ പോവുക. ഇതിനു വേണ്ടിയിട്ടൊരു ശക്തി ദൈവസന്നിധി ചോദിക്കാൻ പോവുക. കർത്താവേ, ആ നിലവാരത്തിലൊന്നായിത്തീരാൻ, ആ അവസ്ഥയിലൊന്നായിത്തീരാൻ, ആ ബലത്തിൽ, ആ ദൈവീക നിയോഗത്തിനകത്തേക്കൊന്നായിത്തീരാൻ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ കുറവുകൾക്കും പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ച്, കർത്താവേ എന്നൊന്ന് വിളിച്ച്, എന്നെ ദൈവമാക്കി വെച്ച കാര്യങ്ങൾക്കകത്ത് എനിക്ക് വിശ്വസ്തയോടെ നിൽക്കാൻ കഴിയണമേ. എന്നെ ദൈവമാക്കി വെച്ച കാര്യത്തിനകത്ത് എനിക്ക് വിശ്വസ്തയോടെ നിൽക്കാൻ കഴിയണമേ. റാം ഷഹനഗ ബഹദുരി ലിമാ പ്രബോഷ സഹനിക ബഹദുരി റിഗാ ബബദിരഗജബ ലീ പ്രകടക ശിഖാ ബബദിഗൽ കമനബ. നിന്റെ കൃപയെ തകർക്കുന്നതെല്ലാം കർത്താവ് എടുത്തു മാറ്റുകയാണ്. നിന്റെ കൃപയെ തകർക്കുന്നതെല്ലാം, നിന്റെ കൃപയെ തടയുന്നത്, കൃപയുടെ പ്രവർത്തികളെ തടയുന്നത്, കൃപയുടെ അനുഭവത്തെ തടയുന്നതെല്ലാം പരിശുദ്ധാത്മാവ് ഈ സെക്കൻഡിൽ എടുത്തു മാറ്റുന്നു. അതിനുവേണ്ടി വിട്ടുകൊടുക്കുന്ന, അതിനുവേണ്ടി ഏൽപ്പിക്കുന്ന, അതിനുവേണ്ടി കരയുന്ന, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന, അതിനുവേണ്ടി സമർപ്പിച്ച ചിലരോട് ഞാൻ പറയുന്നു, ദൈവം നിന്നിൽ നിന്നത് എടുത്തു മാറ്റുകയാണ്. നിന്റെ കൃപയെ ഇല്ലാതാക്കുന്നത്, നിന്റെ വരങ്ങളെ നശിപ്പിക്കുന്നത്, വിളിയെ കെടുത്തുന്ന സകലതും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരുടെ മേൽ നിന്നത് അഴിഞ്ഞു മാറുന്നു. അതിന്റെ സ്വാധീനം വിട്ടുമാറുന്നു. അത് നിങ്ങളെയോ നിങ്ങൾക്കുള്ളവരെയോ ബാധിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ തന്നെ ആ കൃപ നശിപ്പിക്കുന്നത് നിങ്ങളെയോ നിങ്ങൾക്കുള്ളതിനെയോ ബാധിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ദൈവം അതിനകത്തുനിന്നൊരു സ്വാതന്ത്ര്യം ഇപ്പോൾ വരുത്തട്ടെ. ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനോട് കൊതിയുള്ള ദൈവമക്കളുടെ മേൽ സ്വർഗം അത് പകരുകയാണ്. ഒരു ദൈവ സാന്നിധ്യം, ഒരു ഔട്ട്പോറിംഗ് പവർ. ദൈവിക ഉറവിൽ നിന്ന് പരിശുദ്ധാത്മ സാന്നിധ്യം വിശ്വസിക്കുന്നവന്റെ മേൽ ഒഴുകട്ടെ. യേശുവിന്റെ നാമത്തിൽ നല്ല വൃക്ഷങ്ങളെ ദൈവം ഡെവലപ്പ് ചെയ്യുന്നു. നിന്നെ ദൈവം കണ്ടത് ഒരു നല്ല വൃക്ഷമാകാനാണ്. നിന്നെ ദൈവം അവിടെ ആക്കി വെച്ചത് ഒരു നല്ല വൃക്ഷമാകാനാണ്. ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തതും നട്ടതും ഒരു നല്ല വൃക്ഷമാകാനാണ്. ദൈവം നിന്നെ ആറ്റരികത്ത് നട്ടതിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നു.
ദൈവം നിന്നെ വെള്ളത്തിൻ്റെ അരികിലേക്ക് കൊണ്ടുവരുന്നു. നിന്റെ ഇല വാടാത്തതും പച്ചയുമായി നിൽക്കുന്ന നിലയിൽ ദൈവം നിന്നെ ഈ സെക്കൻഡിൽ ചേഞ്ച് ചെയ്യുന്ന ഒരു സമയമാണെന്ന് വിശ്വസിക്കുന്നവർ പരിശുദ്ധാത്മാവിനോട് പ്രതികരിച്ചു തുടങ്ങുക. റാഫാനോ ഷാംതേരിയ. In the name of Jesus. ദൈവം നിങ്ങളെ സഭയിലേക്ക് കൊണ്ടുവന്നത്, ദൈവം നിങ്ങളെ ഈ സന്ദേശം കേൾപ്പിച്ചത്, കർത്താവ് നിങ്ങളെ ഇതിനകത്ത് കൊണ്ടുവന്നത് ഇന്ന് നിന്നെ ആ ഒരു ആത്മീകിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുപോകാനാണ്. കർത്താവ് നിന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ദ്രവിച്ചു പോകുന്ന ധനം കൊണ്ടല്ല, അവന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. വിലയ്ക്ക് വാങ്ങിയ നിന്നെ ആരും വളർത്താനില്ലെങ്കിലും ദൈവം നിന്നെ നടുന്നു. നടുന്നവന് വളർത്തണമെന്ന ആശ ഉള്ളത് കൊണ്ടാണ് നടുന്നത്. നീ എത്ര വലിയ പാപിയോ ആയിക്കൊള്ളട്ടെ, നീ എത്ര അകൃത്യം ചെയ്ത വ്യക്തിയോ ആയിക്കൊള്ളട്ടെ, നീ എത്ര തകർന്നവനോ ആയിക്കൊള്ളട്ടെ, നീ എത്ര തിരസ്കരിക്കപ്പെട്ട വ്യക്തിയോ ആയിക്കൊള്ളട്ടെ, പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവം നിന്നെ വിലയ്ക്ക് വാങ്ങിയത് വിറ്റുകളയാനല്ല, ദൈവം നിന്നെ വിലയ്ക്ക് വാങ്ങിയത് തള്ളിക്കളയാനല്ല, അവന്റെ ചുടുചോര രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയത് നിന്നെ ദൈവത്തിന് വേണമെന്നുള്ളത് കൊണ്ടാണ്. വീട്ടുകാർക്ക് വേണ്ടാത്തവനെയും ദൈവത്തിന് വേണം, സഭയ്ക്ക് വേണ്ടാത്തവനെയും ദൈവത്തിന് വേണം, നാട്ടുകാർക്ക് വേണ്ടാത്തവനെയും ദൈവത്തിന് വേണം. ദൈവം നിന്നെ വാങ്ങിയത് ദ്രവിച്ചു പോകുന്ന ധനം കൊണ്ടല്ല, പുത്രന്റെ രക്തം കൊടുത്ത്, യേശുവിന്റെ രക്തം കൊടുത്ത്, യൗവന രക്തം കൊടുത്ത് കർത്താവ് നിന്നെ വാങ്ങിയെങ്കിൽ വാങ്ങിയവന് വളർത്താനും അറിയാം. യേശുവിന്റെ നാമത്തിൽ. ഒരുപക്ഷെ നിങ്ങൾക്കൊരു നല്ല മെന്റർ കാണത്തില്ല, നല്ലൊരു ഗൈഡ് കാണത്തില്ല, നല്ലൊരു ടീച്ചർ കാണത്തില്ല. യേശു തന്നെ ഏറ്റവും നല്ല ഗൈഡ്, യേശു തന്നെ ഏറ്റവും നല്ല മെന്റർ, യേശു തന്നെ ഏറ്റവും നല്ല ടീച്ചർ. ഇപ്പോൾ തന്നെ നീ ക്രിസ്തുവിലേക്ക് മടങ്ങി വരിക. നീ കൃപയ്ക്കും വരത്തിനും ഒന്നിനും കുറവില്ലാത്തവരായി ദൈവം നിന്നെ മാറ്റിയെടുക്കും യേശുവിന്റെ നാമത്തിൽ. Amen. Praise to Jesus. Amen. Hallelujah. കർത്താവേ, ഞാൻ ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച ആലോചനയ്ക്ക് നന്ദി. ഞങ്ങളെ അവിടുന്ന് ഇത്രത്തോളം സ്നേഹിക്കുന്നതിനായി നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ കൃപ കൊണ്ടും വരങ്ങൾ കൊണ്ടും നിറച്ചിരിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ആ കൃപയെ നശിപ്പിക്കുന്ന തരത്തിൽ ഉണ്ടായ എല്ലാ പ്രതികരണങ്ങൾക്കും മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ കുറവുകൾക്കും മാപ്പ് ചോദിക്കുന്നു. യേശുപ്പാ, ആ രക്തത്തിൽ ഞങ്ങളെ കഴുകണമേ. അണഞ്ഞുപോയതും മങ്ങിക്കിടക്കുന്നതുമായ കൃപകളും വരങ്ങളും അങ്ങയുടെ നാമമഹത്വത്തിനായി ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ റീഓപ്പൺ ചെയ്തു തരണമേ. അവിടുന്ന് അങ്ങനെ ചെയ്യുന്ന നല്ല കാര്യത്തിന്, വലിയ കാര്യങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കൂടി വന്ന ജനത്തെ അവിടുന്ന് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. എല്ലാ മഹത്വവും അങ്ങേക്ക്. അതിന് യേശുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ സാക്ഷ്യങ്ങളൊക്കെ ഞങ്ങളെ ഈ നമ്പറിൽ അറിയിക്കുക. ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ഇതിലുണ്ട്. നിങ്ങൾക്ക് ഇതിൽ വാട്സാപ്പ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇതിൽ ഞങ്ങളുടെ വാട്സാപ്പിൽ നിങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് ഞങ്ങളുടെ മീറ്റിംഗ് അനുഗ്രഹമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക. എല്ലാ ദിവസവും നടക്കുന്ന ഞങ്ങളുടെ രാവിലെയും വൈകുന്നേരത്തെയും മീറ്റിങ്ങിൽ നിങ്ങൾ ഇതേ ചാനലിൽ ജോയിൻ ചെയ്യുക. കർത്താവ് വലിയ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യട്ടെ. അടുത്ത ദിവസം നിങ്ങളെ ശുശ്രൂഷിക്കാൻ സ്വർഗം പുതിയൊരു ആലോചനയും പുതിയൊരു ബലത്തോടെയും കർത്താവ് അയച്ച് കാണുന്നത് വരെ അത്യുന്നതൻ്റെ ചിറകിൻ്റെ കീഴിൽ കർത്താവ് നിങ്ങളെ എല്ലാവരെയും സൂക്ഷിക്കുമാറാകട്ടെ.